വെക്കാന്ന് കേൾക്കുമ്പോ ഞാൻ ഓൺലൈനകത്ത ഞാൻ നമുക്ക് മനസ്സിലാവാൻ വേണ്ടി പറയാം. എന്റെ വാപ്പാനോട് പറയുന്നത് അല്ലേ, ആ ആളെന്താ തിരിച്ച് അതേ വാക്ക് ഇങ്ങോട്ടും ഇങ്ങോട്ട് ഊതും. ഇപ്പൊ എന്തായി, ഇന്റെ വാപ്പാനെ തെറി വിളിപ്പിക്കാൻ കാരണക്കാരൻ ഞാൻ തന്നെ. മറ്റോന്റെ പിതാവിനെ വിളിച്ചപ്പോ അവൻ തിരിച്ചിങ്ങോട്ട് വിളിച്ച് എന്നതുപോലെ നിങ്ങളാ പറഞ്ഞത് ശരിയാണോ എന്ന് ചോദിക്കുമ്പോ അവര് ഒരു ചോദ്യകർത്താവിനെ കിട്ടാൻ വേണ്ടി കുറെ ഇല്ലാത്തത് അങ്ങോട്ട് അയച്ചുവിടാൻ. ഈ മഹാനായ കാന്തപുരം ഉസ്താദിനെ പറ്റി പറയാത്തത് പറയാനുള്ള അല്ലെങ്കിൽ കേൾക്കാത്തവർക്ക് കേൾക്കാനുള്ള അവസരമുണ്ടാക്കിയത് ഈ ചോദ്യകർത്താവാണെന്ന് മറക്കരുത്. ഈ സമയത്തൊക്കെ ഇപ്പൊ ഈ ക്ലാസ് റൂമിലുള്ളവര് പിന്നെ എന്തെങ്കിലൊക്കെയും പരസ്യം കാണുമ്പോ അവിടെ പോയിട്ട് കുറെ ചോദ്യം. ഞാൻ പറയുന്നു, എന്തിന് നിങ്ങൾ ഇതിനൊക്കെ അവസരം ഉണ്ടാക്കണം? ഈ നേതാക്കന്മാരെ തെറി വിളിക്കാൻ ഞാൻ നിങ്ങളുടെ എന്ന് പറഞ്ഞ അങ്ങനെ ചെയ്യുന്നവരുടെ ആ ചോദ്യാണല്ലോ ഈ നേതാവിനെ, ഈ പണ്ഡിതനെ തെറി വിളിപ്പിക്കാൻ കാരണമായത്. നമ്മുടെ മൂസ സാഹിബ് പറഞ്ഞ മാതിരി എന്തെങ്കിലും ഒന്ന് കാണുമ്പോഴേക്ക് അതിന്റെ പിന്നാലെ പോയി അത് മൈക്കെടുത്ത് അവിടെ പോയി ചോദിച്ച് എന്തൊക്കെയോ കാണുന്നു. അതുകൊണ്ട് അവനവന്റെ നേതാക്കന്മാരെ തെറി വിളിപ്പിക്കാൻ അവരാണ് അവസരമൊരുക്കുന്നത്. അതുകൊണ്ട് ഞാൻ വളരെ വ്യക്തമായി നമ്മുടെ നേതാക്കന്മാരും പ്രവർത്തകന്മാരൊക്കെ പറയുന്നത് പോലെ നമ്മൾ അത്തരം ക്ലാസ് റൂമിൽ പോയി എന്തെങ്കിലൊക്കെയും നമ്മൾ ചോദിക്കുമ്പോ അവരതിനനുസരിച്ച് ഓരോന്ന് ഉണ്ടാക്കി പറഞ്ഞ് ചിലപ്പം യാദർശികമായി ഇതൊന്നും കേൾക്കാത്ത മുഅ്മിനീങ്ങളുടെ ഖൽബിലേക്ക് വരെ ഈ വർത്തമാനം കേൾപ്പിക്കാൻ കാരണമായത് ലത്തീഫ് എം കെ ഡി മൈക്കാണോ നാത്തിങ്ങനെ റൈസാൻ ചെയ്ത് നിൽക്കുന്നുണ്ട്. ചിലപ്പോ നമ്മൾ ഈ പറഞ്ഞ മാതിരി ഇപ്പൊ മൂസ സാഹിബൊക്കെ പറഞ്ഞ മാതിരി ചിലപ്പം ഈ KMIC-ക്ക് വേണ്ടി മുൻകാലത്ത് കഠിനാധ്വാനം ചെയ്തവരായിരിക്കും. നമ്മൾ ഈ പുതിയ ആൾക്കാർക്കൊന്നും അറിയാത്തതുകൊണ്ട് ചിലപ്പോ എന്താവും, നമ്മൾ ഓലൊക്കെ ഇപ്പൊ വലിയ ആൾക്കാരായി, പോലൊക്കെ വന്നിട്ടൊരു കൊല്ലായിട്ടുള്ളൂ, പോലെ കയ്യിൽ നിന്നൊന്നും മൈക്ക കിട്ടാനുള്ളൊരു പ്രയാസം, അങ്ങനെ ചിലപ്പം ഇത് അറിയാതൊക്കെ സംഭവിക്കാം. എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകര് പ്രത്യേകം ആ കാര്യം ശ്രദ്ധിക്കണം. അപ്പൊ അങ്ങനെയൊക്കെ ആണെങ്കിൽ മൈക്കയിൽ വന്ന് ഇപ്പൊ മൂസ സാഹിബ് ഇപ്പൊ നോക്കി നിങ്ങൾ ഇതുപോലെ ഇപ്പൊ മൂസ സാഹിബ് മൈക്ക ചോദിച്ചപ്പോ ഏകദേശം 8 കൊല്ലായി അല്ലേ. നമ്മളെ ജൈൻ തങ്ങൽപ്പാവയ്ക്കും ക്ലാസ് റൂമിലായിട്ട് മൂപ്പർക്ക് പോലും പരിചയമില്ലാത്ത ഒരാളാണ് ഐഡിയ കൊണ്ട് മൂസ സാഹിബ് മൈക്കെടുത്തപ്പോഴാണ് അദ്ദേഹത്തിന്റെ ആത്മാർത്ഥതയും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായത്. അപ്പൊ അതുകൊണ്ട് അത്തരം പ്രവർത്തകരൊക്കെ വരുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനിയിപ്പോ ഞാന് പദമായിക്കന്നെ അതിന്റെ ഇടയിൽ വേറാലും മൈക്കെടുത്തു തങ്ങൾപ്പാവ ദോത്തിടാൻ പറഞ്ഞു. തങ്ങൾപ്പാവ ദോത്തിടാൻ പറഞ്ഞാൽ പിന്നെ ദോത്ത് ഇതന്നെ, പിന്നെ നമുക്ക് അദബാന്ന് വായിച്ച് നമ്മളത് ദോത്തിടും. ചിലപ്പോ മൂപ്പര് വേറെ എന്തെങ്കിലും ഇതേമാതിരി മൈക്കെടുത്തേക്കാതെ ഇപ്പൊ ഈ പെര കുറ്റരിക്കാൻ പോകുന്നതൊക്കെയുള്ള കുഴപ്പപ്പതാണ്. ഏതെങ്കിലും ഒരു തങ്ങൾപ്പാവ അങ്ങനെ തന്നെയാണ്. പിന്നെ തങ്ങൾപ്പാവ പറഞ്ഞ മാതിരി ഇനി അങ്ങേപ്പുറത്തേക്ക് ഒന്നുമില്ല, അവരെ പേരെ കയറ്റാൻ പറ്റും അതൊന്നുമില്ല. തങ്ങൾപ്പാവ അങ്ങനെ പറഞ്ഞു, തങ്ങൾപ്പാവ പറഞ്ഞതിന്റെ അങ്ങേപ്പുറത്തേക്ക് ഒന്നുമില്ല. എന്നാ തങ്ങൾപ്പാവ എന്താപ്പ അതിന് കുഴപ്പമെന്ന് ചോദിച്ചാൽ തങ്ങൾപ്പാവാക്കും അറിയില്ലപ്പ അതിന്റെ കുഴപ്പമൊന്നും. അങ്ങനെ ഈ ചില പേരെ കുറ്റടിക്കാൻ പോകുമ്പോഴൊക്കെ അറിയാണ്, അതൊന്നും അറിയില്ല. അത് തങ്ങൾപ്പാവ അങ്ങനെ പറഞ്ഞു, തങ്ങൾപ്പാവ വന്നപ്പോ അങ്ങനെ ചെയ്തതാ. അപ്പൊ തങ്ങൾപ്പാവ തോത്തിടാൻ പറഞ്ഞു, അദിമിനിമാർ തോത്തിട്ട് ചിലപ്പോ മൂസ സാഹിബിന്റെ മാതിരി നമുക്ക് പരിചയമില്ലാത്ത ആൾക്കാരെക്കാലോ ഞാൻ എത്രയോ കഷ്ടപ്പെട്ടിട്ട് ഒരു ക്ലാസ് റൂം ഉണ്ടാക്കിയപ്പോ മൈക്ക് എടുത്തപ്പോ എനിക്ക് ദോത്ത് കിട്ടി, ആയിക്കോട്ടെ എന്നും പറഞ്ഞ് ചിലപ്പോ ഒരു വൈക്കേ വരാത്ത ആൾക്കാരുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ആരാണെങ്കിലും മൈക്കെടുത്തോ കുറച്ച് പറയട്ടെ. പറയാന്ന് തുടക്കത്തിൽ തന്നെ നമുക്കറിയല്ലോ എന്താണ് 5 കണ്ട മൗസ് നമ്മളെ കയ്യിലല്ലേ, മൗസ് നമ്മളെ കയ്യിലല്ലേ, ദോത്തിന്റെ ക്ലിക്ക് നമ്മളെ കയ്യിലില്ലേ. അപ്പൊ അതൊന്നും ഞാൻ തങ്ങൾപ്പാവാന്റെ വാക്ക് സ്വീകരിക്കാൻ തന്നെ അല്ല, സ്വാഭാവികമായി സംഭവിക്കുന്ന ഒരു അവസ്ഥയാണ്. ഏതായിരുന്നാലും ഇപ്പൊ നമ്മളിപ്പോ എനിക്ക് നല്ല പരിചയം 1-2 ആൾക്കാർ PM അയച്ചിട്ട് തുടക്കത്തിൽ ക്ലാസ് റൂമിൽ 12 ആളുള്ള സമയത്ത് അദ്ദേഹം എനിക്ക് PM അയച്ചിട്ട് ഉസ്താദെ ഞാൻ ക്ലാസ് റൂമിൽ അന്ന് വൈകുന്നേരത്ത് 10 ആളുണ്ടാവുകയെന്നാ ഞാൻ പെരുന്നാമാസം കണ്ട മാതിരിയാണ്. ഇന്ന് 10 ആളുണ്ടല്ലോ ക്ലാസ് റൂമിൽ. നമ്മളൊരു 10-11 കൊല്ലം മുന്നത്തെ അവസ്ഥയെ പറയുന്നത്. ഇന്ന് 10 ആളുണ്ടല്ലോ എന്നുള്ള ആ ഒരു സന്തോഷം വല്ലാത്ത സന്തോഷാണ്. ഇപ്പൊ
നിങ്ങൾക്കൊക്കെ ഇങ്ങനെ മൈക്കെടുക്കുമ്പോ 150 ആളെ കാണുമ്പോ പോരാന്നൊരു തോന്നലില്ലേ? നിങ്ങൾക്ക് ആ സുഹൃത്തുക്ക് PM അയച്ച് പറഞ്ഞതാ പരിചയപ്പെടാൻ. ഇപ്പൊ ഒരു 150 ആള് ആകുമ്പോ നിങ്ങൾ ചോദിക്കും എന്താ ഇപ്പൊ ആളിത്ര കമ്മി, നമ്മളെ സാധാരണ ഐഡിയ ഒന്നും കാണാനില്ലല്ലോ. പക്ഷെ 10 ആളെ വെച്ചത് മുന്നോട്ട് പോയ കാലം, ഉസ്താദ് വാർത്ത വായിച്ച കാലം, അങ്ങനെ ഒരു കാലം KMIC ഉണ്ടായിന്. ഉസ്താദ് ക്ലാസ് റൂമിൽ ഉസ്താദ് വാർത്ത വായിച്ച കാലം KMIC ഉണ്ടായിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ക്ലാസ് റൂമിന് അവരൊക്കെ നിലനിർത്തിയത്? ഇന്നിപ്പോ ഉസ്താദ് നാളെ മുതൽ ഉസ്താദ് വാർത്ത വായിക്കുന്നു എന്നൊരു ഫ്ലാഷ് ന്യൂസ് വന്നു എന്ന് വെക്കുക, ആളിഷ്ടം പോലെ ഉസ്താദിന്റെ വാർത്ത കേൾക്കാൻ. അപ്പൊ ഞാൻ പറയുന്നത് അങ്ങനത്തെ ഒരു കാലഘട്ടം ഈ ക്ലാസ് റൂമിൽ നിന്ന് കഴിഞ്ഞു പോയിട്ടുണ്ട്. അതിനു വേണ്ടി പ്രവർത്തിച്ച പലവരും തിക്കും തിരക്കും കാരണം ഈ ക്ലാസ് റൂമിലേക്ക് ഇപ്പോൾ വരാൻ സാധിക്കാത്തവരുണ്ട്. പലവരും രോഗികളായി കിടക്കുന്നത് കൊണ്ടായിരിക്കാം. ചിലപ്പം തുടക്കത്തിലൊക്കെയും അവർ ലാപ്ടോപ്പ് വാങ്ങി ക്ലാസ് റൂമിന് തുടക്കം കുറിച്ചവരെ ലാപ്ടോപ്പ് കേടെന്ന് ചിലപ്പം അത് ഇനി വാങ്ങാൻ കാശില്ലാത്തതിന്റെ പേരിൽ റേഡിയോ വൈക്ക് കേൾക്കുന്നവരുണ്ട്. എനിക്കെന്റെ അനുഭവത്തിൽ ഒരാളുണ്ട്. ഒരാൾ പറഞ്ഞു ഉസ്താദേ ഞാൻ ക്ലാസ് റൂമിന്റെ തുടക്കത്തിലൊക്കെ ഉണ്ടായിന്, പിന്നെ അങ്ങനെ ലാപ്ടോപ്പൊക്കെ കേടെന്ന് പിന്നെ അതൊന്നും വാങ്ങാൻ കാശില്ല, റേഡിയോ വൈക്ക് അൽഹംദുലില്ലാ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്, ദുആയിലൊക്കെ ഞങ്ങൾ ആമീൻ പറയാറുണ്ട്. അപ്പൊ ഏതായിരുന്നാലും അല്ലാഹു തആല പലവരും അറിയിക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ട്. തുടക്കത്തിൽ ലാപ്ടോപ്പ് വൈക്ക് വന്ന് അതൊക്കെ അത് കേടന്ന് പോയി, പിന്നെ രണ്ടാമത് വാങ്ങാനൊന്നും കാശുണ്ടായില്ല. റേഡിയോ വൈക്ക് ഇത് കേൾക്കുന്ന എത്രയോ നമ്മുടെ പഴയ പ്രവർത്തകരുണ്ട്. അല്ലാഹു തആല അവർക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാവൻ. ആ ഹബീബ് വന്നിട്ടുണ്ടല്ലോ അല്ലെ, അദ്ദേഹത്തിന് മൈക്കവാണ്. എല്ലാവരും ഏതായാലും നമുക്ക് ക്ലാസും കാര്യങ്ങളൊക്കെ എടുക്കാൻ നമ്മൾ വളരെ ആവേശത്തിലും സന്തോഷത്തിലുമാണ്. നമ്മുടെ മഹാനായ ജൈന്തങ്ങൾ പാവ പറഞ്ഞ മാതിരി കർണാടക യാത്ര തുടങ്ങുമ്പോൾ നമുക്കുണ്ടായിന് കേരളത്തിലെ ഒരു വിജയം കർണാടകയിൽ കിട്ടുമോ എന്ന്. എങ്കിൽ അതിനേക്കാൾ ഒരുപാട് നമ്മൾ പലരും അറിയിക്കുന്നു, സലാം കുറ്റിപ്പാലൊക്കെ അറിയിക്കുന്നു, പഴയ കാലത്തെ ഐദ്യത്ത് ക്ലാസ് റൂമിൽ ഉണ്ടായിരുന്ന പലവരും ഇന്ന് റേഡിയോ ശ്രോതാക്കളായി മാറിയിട്ടുണ്ട്. അള്ളാഹു ഈ ക്ലാസ് റൂമിന് തുടക്കം കുറിച്ച ആരെല്ലാം ഉണ്ടോ ജീവിച്ചിരിക്കുന്നവർക്കൊക്കെയും ഐശ്വര്യവും ബറക്കത്തും അള്ളാഹു നൽകി. മരണപ്പെട്ടു പോയവരുടെ ഖബർ ജീവിതം അവര് തുടക്കം കുറിച്ച ഈ ക്ലാസ് റൂം കൊണ്ട് നമ്മൾ ഓരോ മസ്അലയും നല്ല നല്ല കാര്യങ്ങളും പറഞ്ഞ് അതൊക്കെ ജീവിതത്തിൽ പകർത്തുന്ന ആ മുഅ്മിനീങ്ങളുടെ ഇബാദത്തിന്റെ പ്രതിഫലങ്ങളിൽ നിന്ന് ഒരു പ്രതിഫലം മിസ്ലു സവാബ് അള്ളാഹു ആ മരിച്ചുപോയവരുടെ ഖബറുകളിലേക്കൊക്കെയും എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. അതുകൊണ്ട് ആ ഹബീബ് വന്നിട്ടുണ്ട്. മൈക്ക വേണമെങ്കിൽ ഇൻഷാ അല്ലാഹ് അറിയിച്ചാൽ മൈക്ക തരാം എന്ന് പ്രത്യേകം അറിയിക്കുന്നു. ഏതായിരുന്നാലും നമ്മൾ ഈ സന്തോഷത്തിൽ അബൂ സഫ്വാൻ അല്ലെ, അബൂ സഫ്വാൻ എന്ന ഐഡിയയിലുണ്ടായിരുന്ന പ്രിയപ്പെട്ട ഖാലിദിക്കയെ നമുക്ക് മറക്കാൻ പറ്റില്ല. ചിലപ്പം മൈക്കെന്നെടുത്ത് സംസാരിക്കുന്ന ആളല്ല. അപ്പൊ എനിക്ക് ഞാനൊരു കാര്യം പറയാം. ഈ ക്ലാസ് റൂമിനെ സജീവമായി സാമ്പത്തികമായി സഹായിക്കുന്ന ഒരു വ്യക്തിത്വം ഇന്ന് വരെ എന്റെ അറിവിൽ പബ്ലിക്കിൽ മൈക്കെടുത്തിട്ടില്ല. ചിലപ്പോൾ നമ്മൾ ഓൺലൈനിൽ മീറ്റ് കൂടുമ്പോഴൊക്കെ യോഗം കൂടുമ്പോൾ മൈക്കെടുത്ത് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാറുണ്ട്. പക്ഷെ നമ്മളെ പബ്ലിക് മെയിൻ റൂമിൽ വന്ന് മൈക്കെടുത്ത് അധികം ഇതുവരെ എന്റെ ഓർമ്മയിൽ സംസാരിച്ചിട്ടില്ല. ഞാൻ ആളെ പറയുന്നില്ല. അങ്ങനത്തെ ഈ ക്ലാസ് റൂം നിലനിൽക്കാൻ വേണ്ടി ഞാൻ സഹായിക്കുന്നതോ അല്ലെങ്കിൽ ഞാൻ പ്രവർത്തിക്കുന്നതോ ഒരാളും അറിയേണ്ട ആവശ്യമില്ല. എന്റെ റബ്ബ് എല്ലാം അറിയും എന്ന് ആത്മാർത്ഥമായി നമ്മളൊക്കെ മുമ്പൊക്കെ പഴയ കാലത്ത് ആലിമീങ്ങൾ പറയുന്ന ഒറ്റവാക്ക്, വലത്തെ കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടത്തെ കൈ അറിയരുത്, ഇതാണല്ലോ സദക്കയുടെ ഒരു ശിഷ്ടം. ആ നിലയ്ക്ക് ഈ ക്ലാസ് റൂമിന് വേണ്ടി സഹായിക്കുന്ന എത്രയോ മുഅ്മിനീങ്ങളുണ്ട്. അല്ലാഹു തആല അവർക്കും അവരുടെ ബിസിനസ്സുകളിലും കുടുംബത്തുകളിലൊക്കെയും അള്ളാഹു ബറക്കത്ത് നൽകി. അവരുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കന്മാർക്ക് അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകി. മരിച്ചുപോയ മാതാപിതാക്കന്മാര് അത്തരക്കാരുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ അള്ളാഹു തആല മക്കൾ ചെയ്യുന്ന ഈ ഒരു മഹത്തായ സേവനത്തിന് ചെയ്യുന്ന ആ സാമ്പത്തിക സഹായങ്ങളൊക്കെയും അവരുടെ ഖബറിലും അവരുടെ മാതാപിതാക്കന്മാരുടെ ഖബറിലും അവർക്ക് നന്മയിലേക്ക് അവരെ പ്രോത്സാഹിപ്പിച്ച ഉസ്താദന്മാരുടെ ഖബറുകളിലേക്കും
അള്ളാഹു തആല സ്വാലിഹായ ഒരു അമലായി ഒരു പ്രതിഫലമായി അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. അപ്പൊ ഏതായിരുന്നാലും ഇൻഷാ അല്ലാഹ് ഞാൻ പറയുന്നത്, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മഹാനായ കാന്തപുരം ഉസ്താദിന്റെ കേരള യാത്രയുടെ ഭാഗമായി ഇന്ന് സിറാജിൽ കണ്ട ഫസ്റ്റിലെ റിപ്പോർട്ട് എന്താണെന്നറിയോ? വിജ്ഞാന ഗ്രാമങ്ങൾ, 25 വിജ്ഞാന ഗ്രാമങ്ങൾ. ഒന്ന് ആലോചിച്ചു നോക്കൂ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ അടുക്കൽ നിന്നൊക്കെയും നമ്മുടെ ദൈനംദിനം ജീവിതത്തിൽ ഇന്ന് സംഭവിക്കുന്ന തെറ്റുകൾ എത്രയാണ്? ഞാൻ സാന്ദർഭികമായി ഒരു ഫിഖ്ഹിയായ ക്ലാസ് എടുക്കുന്ന സമയം എന്ന നിലക്ക് വളരെ ആഴത്തിൽ ഞാൻ ചിന്തിക്കേണ്ട 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. എന്നിട്ട് നിങ്ങളൊന്ന് മനസ്സിരുന്ന് ആലോചിക്കണം. റബ്ബേ, ഈ നിലക്കാണെങ്കിൽ ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബത്തിന്റെയും നാളെ ആഖിറത്തിലെ രക്ഷ എന്തായിരിക്കുമെന്ന്. ഞാനിന്ന് പറയുന്നത് ഫിഖ്ഹിന്റെ മസ്അലയാണ്, പക്ഷേ നമ്മുടെ സ്ഥിരം ക്ലാസിന്റെ ഭാഗമല്ല. എന്തൊക്കെ ഒരു ഇഞ്ചക്ഷൻ വേണമല്ലോ, അങ്ങനെയാണല്ലോ അല്ലേ? എന്നിങ്ങനെ മസ്അലല്ല. ഈ പഠിക്കേണ്ടതാണ്, പഠിക്കേണ്ട സമയത്ത് പഠിച്ചില്ലെങ്കിൽ കുറ്റക്കാരാണ് എന്ന് ബോധ്യപ്പെടുത്തൽ കടമയാണല്ലോ. അതിന് ഞാൻ പറയുന്നത് 2 ഫിഖ്ഹിന്റെ മസ്അലയാണ്. ഇനി നമ്മൾ പഠിക്കണോ പഠിക്കണ്ടേ, ഇതിനെപ്പറ്റിയൊന്നൊരു വിവരമില്ലാത്ത എത്രയോ ഗ്രാമങ്ങൾ. ഇപ്പൊ കർണാടകയില് ദീനിയായി ഒരു ബന്ധവുമില്ല, എല്ലാവരും മുസ്ലിമീങ്ങളാണ്. എത്രയോ ഭാഗങ്ങൾ, ഇപ്പൊ നമ്മൾ അഫ്ഗാനിസ്ഥാനായാലും ഇറാനായാലും സോമാലിയയായാലും ആ ഭാഗങ്ങളിലേക്കുള്ള മുസ്ലിമീങ്ങളുടെ അവസ്ഥ എന്താ? പക്ഷെ കൂട്ടത്തില് നമ്മുടെ ന്യൂസിൽ വരുമോന്ന് അറിയില്ല, അന്ന് സിറാജില് ഒരു വാർത്ത കണ്ടു, എനിക്ക് വളരെയധികം സന്തോഷമായി. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ബ്രിട്ടൻ സൈന്യം പിന്മാറി എന്നുള്ളത് നിങ്ങളൊക്കെ വായിച്ചാനാവോ അല്ലേ? 13 കൊല്ലമായി ഉസാമയെ പിടികൂടാൻ വേണ്ടി അഫ്ഗാനിൽ ഇറങ്ങിയ ബ്രിട്ടീഷ് സൈന്യം അവര് പൂർണ്ണമായും തെറ്റു സമ്മതിച്ച് പരിപൂർണമായും ഖേദിച്ച് ഇന്ന് അഫ്ഗാനിസ്ഥാൻ വിട്ടൊരു വിവരം പത്രത്തിൽ വായിച്ചു. ഇത്ര സന്തോഷമായിരിക്കും അവിടത്തേക്ക് മുസ്ലിമീങ്ങളും ജനങ്ങളുടെ ഒക്കെ ഒരു അവസ്ഥ. 13 കൊല്ലമായി ഒരു വ്യക്തിയെ പിടികൂടാനുള്ള പേരും പറഞ്ഞ് അഫ്ഗാനാകെ തരിപ്പണമാക്കി മാറ്റിയല്ലേ? ലക്ഷക്കണക്കിന് പാവങ്ങൾ, നിരപരാധികൾ ജീവൻ പോയി. ഒന്നുമല്ലാത്ത അവസ്ഥയിൽ അനാഥകളായി വിധവകളായ എത്ര കുടുംബം. ആർക്കു വേണ്ടി? എന്നിട്ട് ആ ബ്രിട്ടീഷ് സൈന്യം പറഞ്ഞൊരു വാക്കുണ്ട്, അവര് എന്തൊരു ഉദ്യമനം വെച്ച് എന്തൊരു ആവശ്യത്തിനാണോ അഫ്ഗാനിസ്ഥാനിൽ വന്നത് അത് പൂർത്തിയാക്കിയോ എന്ന് അവർക്ക് ഉറപ്പില്ല. അവരുടെ ലക്ഷ്യം എന്തായത്? ഉസാമയെ പിടികൂടുക അല്ലെ? ഉസാമ ബില്ലാദനെ പിടികൂടുക. ഉസാമ എന്തായി എന്ന് അവർ ഉറച്ച തീരുമാനത്തിൽ ഇന്നും ജീവിച്ചിരിപ്പുണ്ടോ എന്ന സംശയത്തോടു കൂടെ തന്നെയാണ് ബ്രിട്ടീഷ് സൈന്യം അഫ്ഗാനിസ്ഥാന് വിടുന്നത്. ഓക്കെ, നിങ്ങൾ അങ്ങനത്തെ രാജ്യങ്ങളിലേക്ക് പോയാൽ അവർക്കെന്ത് ദീന്? ഒരു വിശന്ന് പൊരിയുന്ന ഒറ്റിപ്പിടിക്കുന്ന വയറുമായി നടക്കുന്ന അഫ്ഗാനിസ്ഥാനികൾക്കും സോമാലിയക്കാർക്കും എന്ത് ഹൈലും നിഫാസും. പക്ഷെ അവർക്കൊന്നും ഉണ്ടാകുന്നില്ലേ? നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ? അവിടുത്തെ സ്ത്രീകൾക്കും മെൻസസ് പീരിയഡ് ഇല്ലേ? അവിടുത്തെ സ്ത്രീകളും പ്രസവിക്കുന്നില്ലേ? അവർക്കും മാസമുറ തെറ്റുന്നില്ലേ? അവരും മുസ്ലിമീങ്ങളല്ലേ, പഠിക്കേണ്ടതില്ലേ? പക്ഷേ ചിലപ്പോൾ അവർ കുറ്റത്തിൽ നിന്ന് കഴിച്ചിലായേക്കാം. നമ്മൾ കഴിച്ചിലാവുകയാണ് ചിന്തിക്കേണ്ടത്. ഈ KMICയുടെ ശ്രോതാക്കളും KMICയുടെ പ്രവർത്തകരും ഒക്കെയും ചിന്തിക്കാൻ വേണ്ടി വളരെ വ്യക്തമായി പറയുന്നു. നമ്മുടെ അബൂ സിനാൻ ഉസ്താദിന്റെ ക്ലാസിന്റെ ടൈമാണ് 11 മണി മുതൽ. അദ്ദേഹം ഒരു സിയാറത്തിന് പോയതായിട്ട് വിവരമുണ്ട്. തിരിച്ചു വന്നോ എന്നറിയില്ല. ഉസ്താദ് ക്ലാസ് റൂമിലെത്തിയാൽ വിവരം അറിയിക്കണം. ഒരുപാട് പഠിക്കാറുണ്ട് നമുക്ക്. ഞാൻ പറയാം മുഅ്മിനീങ്ങളെ, ഞാനൊരു ഒറ്റ പോയിന്റ്, അത് നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടി നമ്മുടെ ഭാര്യ സന്താനങ്ങൾക്കൊക്കെയും പഠിപ്പിക്കാൻ വേണ്ടി നിങ്ങളെ ബോധവൽക്കരണം നടത്താനാണ് ഞാനൊരു 2 മസ്അല പറയാം. അത് ഞാനൊരു ഫിഖ്ഹിന്റെ മസ്അലയാണെങ്കിലും നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് എന്റെ സഹോദരിമാർ, ഇപ്പോ നമ്മുടെ ഇൻഷാ അല്ലാഹ് നമ്മുടെ അൽഫത്താഹ് KMIC എന്ന ഐഡിയയിൽ നിന്നുള്ള ഒരു സുഹൃത്തിന്റെ ഒരു ചോദ്യം, ഒരുപാട് ചോദ്യങ്ങൾ വന്ന് കിടക്കുന്നുണ്ട്. ഇത്ര സ്ത്രീകൾക്ക് അപ്പൊ അതൊക്കെ സംശയങ്ങൾ. അതായത് രക്തം കണ്ടു, മെൻസസ് ആണെന്ന് വിചാരിച്ച് നിർത്തി, പക്ഷെ അത് കുറച്ച് സമയമായതുകൊണ്ട് നിന്നു. മെൻസസ് അല്ലാന്ന് വിചാരിച്ച് ഖുർആനൊക്കെ ഓതാൻ തുടങ്ങി. അങ്ങനെ ഖത്തമ് പൂർത്തിയാക്കാൻ തീരുമാനിച്ചിരുന്നു. ഖത്തമ് പൂർത്തിയാക്കാൻ തീരുമാനിച്ചിരുന്നു. ഇത് അല്പസമയം രക്തം കണ്ടപ്പോ അത്
നിൽക്കുകയും ചെയ്തു. രക്തമല്ല എന്ന് ബോധ്യപ്പെട്ടു, അല്ല ഹൈളല്ല എന്ന് ബോധ്യപ്പെട്ടു. എന്ത് ചെയ്തു? നിസ്കാരത്തിലേക്കും ഖുർആൻ ഓതാനും നിന്നു. വീണ്ടും രക്തം മടങ്ങി വന്നു. അപ്പോൾ ഈ രക്തം, ആദ്യം കണ്ട രക്തവും രക്തം കാണാത്ത ദിവസവും ഹൈളാണെന്ന് ബോധ്യപ്പെട്ടു. ഹൈളല്ല എന്ന് വിചാരിച്ചിട്ട് നേർച്ചയാക്കപ്പെട്ട ഖുർആൻ ഓതിയിരുന്നു. ഒരു 2 ജുസ് ഓതി കഴിഞ്ഞിരുന്നു. വീണ്ടും രക്തം കണ്ടപ്പോൾ ഇത് ഹൈളാണെന്ന് വ്യക്തമായി. അപ്പൊ നീ ഖുർആൻ മടക്കി ഓതണോ? നോക്കിങ്ങള്, എത്രയോ സഹോദരിമാർക്കുള്ള ഒരു സംശയമാണത്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഞാൻ ഒരൊറ്റ കാര്യം പറയട്ടെ. ഞാൻ പറയാൻ ഉദ്ദേശിച്ച മസ്അലയുടെ ഗൗരവം ഞാൻ പിന്നെ പറയാം. നോക്കി, 3 സഹോദരിമാര് എന്നോട് ചോദിച്ച് ഞാൻ അതിന് മറുപടി കൊടുത്തപ്പോ ആ സഹോദരിമാര് കുറെ ഇരുന്ന് കരഞ്ഞ്, എന്താ ഉസ്താദെ ചെയ്യാന്ന് ചോദിച്ചിട്ട്. ഞങ്ങൾക്ക് അറിയാതെ ഞങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല. ചില സ്ത്രീകൾക്ക് ആദ്യമായിട്ട് പ്രസവിക്കാന് ജീവിതത്തിൽ ഫസ്റ്റിലെ പ്രസവം, ഫസ്റ്റിലെ പ്രസവം തുടങ്ങി എത്രയോ നമുക്ക് വിവരം കിട്ടിയത് 3 സഹോദരിമാരാണ്. ഞാൻ ഈ മസ്അല പറയുമ്പോ ആ അനുഭവമുള്ള എത്രയോ സഹോദരിമാര് ചിലപ്പോ ഈ ക്ലാസ് റൂമിൽ ശബ്ദം കേൾക്കുന്നവരുണ്ടാകും, അല്ലെങ്കിൽ നമ്മുടെ പല ഭാര്യന്മാർക്കും അങ്ങനെ അനുഭവിച്ചിട്ടുണ്ടാവും. ഫസ്റ്റില് പ്രസവം കഴിഞ്ഞു, രക്തം പുറപ്പെടാൻ തുടങ്ങി. ആ രക്തം 60 ദിവസത്തിലധികം രക്തം കാണാൻ തുടങ്ങി. ഫസ്റ്റിലെ പ്രസവാണ്. സാധാരണ 40, അധികരിച്ച 60 കഴിഞ്ഞിട്ടും രക്തം നിൽക്കാത്ത എത്ര സഹോദരിമാര് നമ്മുടെ ഭാര്യമാരെ കൂട്ടത്തിലുണ്ട്. ക്ലാസ് കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ നിന്ന് 3 ഭാഗത്തിൽ നിന്ന് വന്ന ചോദ്യമാണ്. ഞാൻ ഓരോ വിജ്ഞാന കേന്ദ്രം കാന്തപുരം ഉസ്താദ് തുടങ്ങാൻ തീരുമാനിച്ചപ്പോ അതിന് കളിയാക്കുന്നവരോടാണ് ഞാൻ പറയുന്നത്. ഞാൻ കർണാടക യാത്രയുമായി ബന്ധപ്പെട്ട് ഉസ്താദിന്റെ ഓരോ പ്രവർത്തന മേഖലകളുടെ ഗുണഫലം അത് അനുഭവിക്കുന്ന മുസ്ലിമീങ്ങൾ എത്ര ഭാഗ്യവന്മാരാണെന്ന് ഞാൻ ചിന്തിക്കണം. അങ്ങനെ 60 ദിവസം കഴിഞ്ഞു. പക്ഷേ ഈ ആദ്യത്തെ പ്രസവമാണ് ഈ സ്ത്രീക്ക്. ഇൻഷാ അല്ലാഹ് അതായിരിക്കാം. ഇൻഷാ അല്ലാഹ് ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്. അതിപ്പോ നമ്മളെ ക്ലാസ് റൂമിലുള്ള ഒരു സൗകര്യമാണല്ലോ. ഒന്ന് ആലോചിച്ചൊക്കെ. അങ്ങനെ 60 ദിവസം കഴിഞ്ഞു. പക്ഷേ മിക്ക സഹോദരിമാർക്ക് ഇവിടെ മസ്അല അറിയാം. ഫസ്റ്റിലെ പ്രസവം നടക്കുകയാണ്. 60 ദിവസം കഴിഞ്ഞിട്ടും രക്തം നിൽക്കുന്നില്ല. കണ്ടതായ രക്തങ്ങളൊക്കെയും ഒരേ നിറത്തിലും ഒരേ രൂപത്തിലും. ഇത് അനുഭവിച്ച 1, 2, 3 സഹോദരിമാര് PM ചെയ്ത് എനിക്ക് ചോദിച്ചു, പറയില്ല അത് മസ്അല എന്താണെന്ന് അറിയങ്ങള്. അങ്ങനെ ഒരു പെണ്ണിന് സംഭവിച്ചാൽ 60 ദിവസം ഫസ്റ്റിലെ പ്രസവമാണ്, 60 ദിവസം കഴിഞ്ഞിട്ടും രക്തം നിൽക്കുന്നില്ല. കണ്ടതായ രക്തങ്ങളൊക്കെ ഒരേ രൂപത്തിലും ഒരേ ഭാവനയിലും. 60 ദിവസം കഴിഞ്ഞാൽ ഈ പെണ്ണിന്റെ പ്രസവ രക്തം എത്രയാണെന്ന് അറിയുമോ സുഹൃത്തുക്കളെ? ഫസ്റ്റിലെ 1 സെക്കൻഡ് സമയം മാത്രമാണ്. ഈ 60 ദിവസത്തിൽ നിന്ന് ഫസ്റ്റിലെ 1 സെക്കൻഡ് സമയം ഈ പെണ്ണ് പ്രസവകാരിയായി പ്രസവരക്തം പുറപ്പെടുന്നവരായി കണക്കാക്കണം. പിന്നെ 60 ദിവസത്തിന് ശേഷം ഈ പെണ്ണ് എന്ത് ചെയ്യണമെന്ന് അറിയങ്ങള്? നിർബന്ധമായ കുലിച്ച് 60 ദിവസത്തെ നിസ്കാരം കളാവൂത്തണം. ഒരു ഫസ്റ്റില് ഇതിപ്പോഴും 3 സഹോദരിമാര് ക്ലാസ് കേൾക്കുന്ന 3 സഹോദരിമാര് ക്ലാസ് കേട്ടപ്പോൾ അവർക്ക് വന്നൊരു സംശയമാണ്. ഞാനിപ്പോ ഇങ്ങനെ ഒരു മസ്അല പറയുമ്പോൾ ഒരുപാട് റേഡിയോ ശ്രോതാക്കൾ ഈ കൂട്ടത്തിലുണ്ടാവും. അവരൊക്കെയും ചിലപ്പോ ഉസ്താദെ എന്റെ ഭാര്യ ഫസ്റ്റിലെ പ്രസവം കഴിഞ്ഞ് 90 ദിവസം 70 ദിവസം കഴിഞ്ഞിട്ടാണ് രക്തം പോക്ക് നിന്നത് എന്ന അനുഭവമുള്ള ഒരുപാട് സഹോദരന്മാര്. സഹോദരന്മാർക്കുണ്ടാവൂല, അവരുടെ ഭാര്യന്മാർക്കുണ്ടായ ഒരു അവസ്ഥ. ഞാൻ പറയുന്നത് നമുക്ക് എത്രയോ പഠിക്കാനുണ്ട്. എന്നാൽ ഇതിലൊക്കെ ഒരു അബദ്ധം വന്നു എന്ന് വെക്കുക. അള്ളാന്റെ അടുക്കൽ കഴിച്ചിലാവോ? അവരെ നമ്മൾ ചിന്തിക്കണ്ടേ? അള്ളാന്റെ അടുക്കൽ നമ്മൾ കഴിച്ചിലാവോ? ഇല്ല. കളാ ആയതിന്റെ ശിക്ഷയില്ല. ഞാനിപ്പോ പബ്ലിക്കിലെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കാരണം നമ്മളൊരു പ്രത്യേക വിഷയം, നമ്മളൊരു പഠിക്കേണ്ട ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം. കളാ ആയതിന് ആ പെണ്ണിന്റെ വിധി അതാണ്. ഫസ്റ്റിലെ പ്രസവാണ്. സാധാരണ 40 ദിവസം എന്ന് വിചാരിച്ച ആ പെണ്ണ് കാത്തു നിന്നു. പക്ഷെ 40 ദിവസം കഴിഞ്ഞിട്ട് രക്തം നിൽക്കണില്ലെങ്കിൽ ആ പെണ്ണ് എത്ര ദിവസം ഫസ്റ്റിലാകുമ്പോ, ഇനി രണ്ടാമത്തെ പ്രസവത്തിൽ കോലം മാറുമ്പോ നിയമം വേറെയാണ്. അതൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് സമയത്തിനനുസരിച്ച് പിന്നെ പറയാം. അങ്ങനെ 60 ദിവസം അക്സറുൻ നിഫാസ് ഏറ്റവും അധികരിച്ചത്
60 ദിവസം വരെ ഈ പെണ്ണ് കാത്തു നിൽക്കണം. അതിന് രക്തം ചേഞ്ച് ആയാലും നിറവ്യത്യാസം വന്നാലൊക്കെ 60 ദിവസം വരെ കാത്തു നിൽക്കണം. 60 ദിവസം കഴിഞ്ഞിട്ടും നിൽക്കുന്നില്ല എന്ന് വെക്കുക എങ്കിൽ ആ പെണ്ണ് അക്സറുൻ നിഫാസാകുന്ന 60-നെ വിട്ടുകിടന്നാൽ പിന്നെ അവിടത്തെ നിയമം എന്താ നിയമം വരിക? അക്സറുൽ ഹൈളിനെ വിട്ടുകിടന്നാൽ 7 വിഭാഗക്കാരികളുടെ അതേ നിയമം ഈ പെണ്ണിന് ഇങ്ങോട്ട് ബാധകാവും. ആയിക്കോട്ടെ, നിങ്ങൾ പോയിക്കോലെ, എംകുറ്റി പോവാന്ന് ദൂറ്റിയിൽ റേഡിയോയിൽ കേട്ടാൽ മതി. അള്ളാഹു തആല ബറക്കത്ത് നൽകുമാറാവട്ടെ. അപ്പൊ നോക്കിങ്ങൾ, ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറഞ്ഞതാ. പിന്നെ അത് ചേഞ്ചിങ്ങും കളർ വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിൽ നിയമങ്ങളൊക്കെ വേറെ നിയമങ്ങളായി മാറും. പക്ഷെ ഞാൻ പറയട്ടെ, എന്റെ ഈ ശ്രോതാക്കളുടെ കൂട്ടത്തിൽ നിന്ന് റബ്ബേ ഇങ്ങനെയാണെങ്കിൽ എന്റെ ഭാര്യ ഫസ്റ്റിലെ പ്രസവത്തിന് ഫസ്റ്റിലെ പ്രസവം 65-70 ദിവസം രക്തം നിൽക്കാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്റെ ഭാര്യയുടെ പ്രസവം ഫസ്റ്റിലാണല്ലോ, ഞാനൊന്ന് ചോദിക്കട്ടെ എന്റെ ഭാര്യയോട്. ചിലപ്പം ചോദിച്ചാൽ ഭാര്യക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്താല് ഈ കഴിഞ്ഞു പോയ 60 ദിവസത്തെ നിസ്കാരക്കും കളാ വീട്ടണമെന്ന് പറയുമ്പോ വല്ല കോലെന്താവും? രോഗമാകും. സലാം കുറ്റിപ്പാല മനസ്സിലാക്കണം, അത് രോഗമായി. 60 ദിവസം കഴിഞ്ഞാൽ പിന്നെ അത് ഇസ്തിഹാത്തായി. പക്ഷെ ഈ പെണ്ണിന്റെ നിസ്കാരം ഇപ്പൊ ഇങ്ങനെയൊക്കെ ഓരോ മസ്തലിയും ഓരോ സ്ത്രീകളൊക്കെ ഇങ്ങനെ PM ഒക്കെ അയക്കുമ്പോ ഉമ്മുറയ്യാനോട് ഇങ്ങനെ പറഞ്ഞോ കണ്ടജ് ഓരോരുത്തത്. ഇപ്പൊ ഉമ്മുറയ്യാന്ന് രാവിലെ എന്നോടാണ് ഇങ്ങനെ കുറെ മസ്തല എഴുതിയേക്കാൻ കുറെ കിതാബ് അതിങ്ങനെ നോക്കാൻ ഇങ്ങളുന്നാണ്. അതിനല്ലേ ഞങ്ങൾ ഓരോ മസ്തല വിശദീകരിച്ചത്. ഇത് എഴുതിയേക്കാൻ കുറെ ഇമാമിങ്ങൾ ഇതൊക്കെ ഇങ്ങനെ നോക്കാൻ നിങ്ങൾ നല്ല കോലായി നോക്കിങ്ങൾ. എന്താ ഗൗരവം? എന്നാ നമ്മളിത് കുറ്റത്തിന് കഴിച്ചിലാവും. ഇങ്ങനൊരു അബദ്ധം ഒരു പെണ്ണിന് സംഭവിച്ചു, 4 ആഖിറത്ത്, അതാ നമ്മളെ വിഷയം, നമ്മളെ മസ്അലയുടെ പോയിന്റ് കിടക്കേണ്ടവര്. 4 ആഖിറത്ത് ചെന്നിട്ട് അവലുമായി യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമത്തി അസ്സല, ആദ്യമായി കർമ്മപരമായ കാര്യങ്ങളിൽ നിന്ന് ആദ്യമായി ചോദിക്കപ്പെടുന്നത് നിസ്കാരത്തെക്കുറിച്ച്. അള്ളാന്റെ ഭാഗത്തിൽ നിന്ന് ഒരു സ്ത്രീയോട് ചോദ്യം ആരംഭിച്ചു. എന്താ ചോദ്യം ആരംഭിച്ചത്? നിസ്കാരത്തെക്കുറിച്ച്. ഇത്ര വക്കത്തെ നിസ്കാരം നിനക്ക് കളാ ആയിരിക്കുന്നു, അത് കളാ ആവാൻ എന്തേ കാരണം? റബ്ബേ, എന്റെ ഒറ്റ നിസ്കാരം ഞാൻ അറിഞ്ഞും കൊണ്ട് കളാ ആക്കിയിട്ടില്ലല്ലോ. ചോദ്യം അവിടെ വരും. നിന്റെ ഫസ്റ്റിലെ പ്രസവത്തിന് 61 ദിവസം നിനക്ക് രക്തം കണ്ടു, ഫസ്റ്റിലെ പ്രസവമായിരുന്നു, ഒരേ രൂപമായിരുന്നു, ഒരേ വാസനയായിരുന്നു. ആ നിലക്ക് നിന്റെ പ്രസവരക്തത്തിൽ നിന്ന് ഉള്ള പ്രസവരക്തം 1 സെക്കൻഡായിരുന്നു. ബാക്കി 60 ദിവസത്തെ നിസ്കാരം ഇവിടെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. 60 ദിവസത്തെ 60 വക്കത്തല്ല 60 ദിവസത്തെ നിസ്കാരം. റബ്ബേ, എനിക്കറിയാതെ പോയതാണ്, എനിക്കങ്ങനെ ഒരു മസ്അല അറിഞ്ഞില്ല. ഉത്ത ചോദ്യം വരെ എന്തായിരിക്കും? ഭർത്താവിനെ വിളിക്കാനായിരിക്കും. ഭർത്താവിനോട് ചോദ്യം വരികയാണ്, എന്തുകൊണ്ട് നിന്റെ ഭാര്യക്ക് പഠിപ്പിക്കൽ നിർബന്ധമായത് നീ പഠിപ്പിച്ചില്ല? നീ ഇത് പഠിപ്പിച്ചില്ല എന്തുകൊണ്ട്? റബ്ബേ, എനിക്കതറിയില്ല. അത് പഠിക്കാനുള്ള സൗകര്യങ്ങൾ നിനക്കുണ്ടായിരുന്നില്ലേ? ഇവിടെയാണ് പോയിന്റ് സുഹൃത്തുക്കളെ. നമ്മള് അള്ളാന്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ പഠിക്കാൻ സൗകര്യമില്ലാത്ത ഒരു ജീവിതമായിരിക്കണം നമ്മുടെ ജീവിതം. ആലിമീങ്ങളുമായി ഒരുപാട് പറയാം. നമ്മളിപ്പോ ലൈവ് പ്രതീക്ഷിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരോട് ചില മസലകൾ പറയുമ്പോ റബ്ബേ, ഞങ്ങൾ ആരും ഇപ്പൊ ഇതൊന്നും ശ്രദ്ധിക്കാറില്ലല്ലോ. KMIC രാവിലെ അങ്ങനത്തൊക്കെയും ക്ലാസുകൾ നടക്കുന്നുണ്ടോ? ഞങ്ങൾ എന്നാ എന്നും KMIC ഇരിക്കട്ടെ. സൗകര്യമുണ്ട്, പഠിക്കാൻ നമുക്ക് സൗകര്യമുണ്ട്. എനിക്കൊരു കാര്യം, ഞാൻ ഏകദേശം ഒരു 1.5 കൊല്ലമായിട്ടുണ്ടാവും KMIC വന്നിട്ട്. ഈ നേരത്തൊക്കെ ഏറിക്കഴിഞ്ഞാൽ 210 ഉണ്ടാവും. കുറച്ചാൾക്കാർ
കേൾക്കുന്നവരും കുറച്ച് ആൾക്കാരും ഉറങ്ങുന്നവരും. ഇപ്പൊ ഏകദേശം 266 ആൾക്കാരുണ്ട്. കേൾക്കാനും പഠിക്കാനും സൗകര്യമുണ്ട് എന്നാണല്ലോ അതിന്റെ അർത്ഥം, അല്ലേ? ഇന്നത്തെ നമ്മൾ സുഖമായി കിടന്നുറങ്ങുകയാണെങ്കിൽ അള്ളാന്റെ മുമ്പിൽ നമ്മൾ കഴിച്ചിലാവൂല എന്നാണ് ഞാൻ ഈ പറഞ്ഞതിന്റെ ആകത്തുക. നോക്കി, മഹാന്മാരൊരു മസ്അല പറയാണ്. ഒരാള് സഹ്വിന്റെ സുജൂദ് ചെയ്തു. എല്ലാവരും ശ്രദ്ധിക്കണട്ടോ. അവന്റെ ഭാവനയിൽ അത് സഹ്വിന്റെ സുജൂദ് ചെയ്യേണ്ടതായിരുന്നു എന്നായിരുന്നു അവന്റെ ഭാവന. അവൻ വിചാരിച്ചത് എന്താ? അങ്ങനെ ഒരു കാര്യം ചെയ്താൽ സഹ്വിന്റെ സുജൂദ് ചെയ്യണം എന്നാണ്. ഓൻ അത് വിചാരിച്ച് സഹ്വിന്റെ സുജൂദ് ചെയ്തു. സഹ്വിന്റെ സുജൂദ് ചെയ്തു. പക്ഷേ വാസ്തവത്തിൽ അവൻ എന്തൊരു കാരണത്തിന് വേണ്ടിയാണോ സഹ്വിന്റെ സുജൂദ് ചെയ്തത്, വാസ്തവത്തിൽ അത് സഹ്വിന്റെ സുജൂദ് ചെയ്യേണ്ട രൂപം ആയിരുന്നില്ല. സഹ്വിന്റെ സുജൂദ് ചെയ്യേണ്ട ഒരു മസ്അലയായിരുന്നില്ല. നിങ്ങൾക്ക് തിരിയാൻ വേണ്ടി ഞാൻ മസ്അല പറയാം. ഒരാള് വജ്ഹത്ത് ഒഴിവാക്കി. ശ്രദ്ധിച്ചോളി, നല്ല ശ്രദ്ധിച്ചോളി. തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയിട്ട് ഒരാൾ വജ്ഹത്ത് ഓതിയില്ല. ഓൻ എന്ത് മനസ്സിലാക്കി? വജ്ഹത്ത് ഓതിയിട്ടില്ലെങ്കിൽ സഹ്വിന്റെ സുജൂദ് ചെയ്യണമെന്ന് ഓൻ മനസ്സിലാക്കി. ഓൻ നിസ്കാരത്തിന്റെ ലാസ്റ്റിൽ വജ്ഹത്ത് ഓതാത്തതിന്റെ പേരിൽ സഹ്വിന്റെ സുജൂദ് ചെയ്തു. എന്നാൽ ഓന്റെ നിസ്കാരം ബാത്തിലാണോ ബാത്തിലല്ലേ എന്ന് ഫുഖഹാക്കൾ ചർച്ച ചെയ്യാണ്. ഷറുവാനി എന്ന് പറയുന്ന കിതാബില്, അൽദബിലി ഇമാം അൻവാർ എന്ന് പറയുന്ന കിതാബിൽ പറഞ്ഞത്, മഹാനായ മുഗ്നി ഇമാം പറഞ്ഞത് ഷറുവാനി ഇമാം എടുത്ത് ഉദ്ധരിക്കാൻ. ആ ശബ്ദം കേൾക്കുന്നവരൊക്കെ ഒരു എസ്സരിക്കും. നിങ്ങളൊരു മസ്അലയുടെ ഗൗരവ ഞാൻ പറയുന്നത്. അപ്പോഴൊക്കെ നമ്മൾ ഹൈലുമായി നിഫാസുമായി ഇസ്തിഹാലത്തുമായി അറിയാത്ത എത്രയോ സഹോദര സഹോദരിമാരില്ലേ? നമ്മളൊക്കെ തെറ്റിൽ നിന്ന് കഴിച്ചിലാവുക മോമിനീങ്ങളെ. ഇപ്പൊ മതി 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 ഇനി എല്ലാവരെയും മസ്അല ശ്രദ്ധിച്ചാൽ മതി. എല്ലാവരെയും മസ്അല ശ്രദ്ധിച്ചാൽ മതി. ഒരാൾ വജ്ഹത്ത് ഓതാത്തതിന്റെ പേരിൽ അവൻ വിചാരിച്ചു വജ്ഹത്ത് ഓതിയിട്ടില്ലെങ്കിൽ സഹ്വിന്റെ സുജൂദ് ചെയ്യണമെന്നാണ് ഓൻ വിചാരിച്ചത്. ഓൻ അങ്ങനെ സലാം വീട്ടിനേന്റെ മുമ്പേ വജ്ഹത്ത് ഓതി. അല്ല, സഹ്വിന്റെ 2 സുജൂദ് ചെയ്തു വജ്ഹത്ത് ഓതാത്തതിന്റെ പേരിൽ. എന്നാൽ ഓന്റെ നിസ്കാരം ബാത്തിലോ ബാത്തിലല്ലേ? ഓന് ജാഹിലായിട്ട് വിവരമില്ലാതെ ചെയ്തതാണെങ്കിൽ ഓന്റെ നിസ്കാരം ബാത്തിലാവൂല. എപ്പോഴാണ് ഈ ജാഹിലാവാതിരിക്കൽ? ഇതേ ഉദാഹരണമാണ് മഹാന്മാരൊക്കെയും പറഞ്ഞത്. ലൗ ഫഅല മാ ലാ യഖ്തലി സുജൂദ സഹ്വി ഫലന്ന അന്നഹു യഖ്തലിഹി വസജദ ലം തബ്തുൽ ഇൻ കാന ജാഹിലൻ ലിഖുർബി അഹ്ദിഹി ബിൽ ഇസ്ലാമി ഔ ലിബുഅദിഹി അനിൽ ഉലമാഇ. ഇതാണ് ഫുഖഹാ പറഞ്ഞ മസ്അല. ലൗ ഫഅല ഒരുത്തൻ പ്രവർത്തിച്ചാൽ മാ ഒന്നിനെ ലായക്കത്തലി അവന്റെ കാലം അടുത്തതിനു വേണ്ടി ബിൽ ഇസ്ലാമി ഇസ്ലാമിനോട് ഔലി ബുഅദിഹി അല്ലെങ്കിൽ അവൻ വിദൂരമായതിനു വേണ്ടി അനിലുലമായി ചോദിക്കാൻ പറ്റിയ മൊയ്ലമാരോടൊക്കെയും എത്രയോ മൊയ്ലേരേറ്റൊരു ബന്ധുല്ല. അങ്ങനത്തെ സ്ഥലത്ത് അവൻ ജീവിക്കുന്നത്. ഈ 2 കാലൊന്നും നമുക്കുണ്ടോ? അപ്പൊ നമ്മളെ കൂട്ടത്തിൽ നിന്ന് ഉദാഹരണം പറയാം. അപ്പൊ നമ്മളെ പോലത്തവരുടെ കൂട്ടത്തിൽ നിന്ന് ഓൻ വിചാരിച്ചു ചെയ്തു എന്നാ ഓന്റെ നിക്കാലത് പാത്തില്ല. നിക്കത് അറിയാതെ നാലാ ഇങ്ങനെ ഒരു നല്ല ശ്രദ്ധിക്കണം. ഇങ്ങനെ നോക്കി നിങ്ങള് നമ്മളെ
وقال في الأنوار لو فعل ما لا يقتضي سجود سهو فظن أنه يقتضيه وسجد لم تبطل إن كان جاهلا لقرب أخذه بالإسلام أو لبعده عن العلماء. മാഷാ അല്ലാഹ്, ഏതൊരു ഉസ്താദാണ് തോന്നി. ഇങ്ങനെ ഒരു മനുഷ്യന്മാർ നോക്കി നിങ്ങൾ എന്താണ് എന്താ ഐഡിയന്റെ പേര് ആ പബ്ലിക്കിൽ അയച്ച ഞാൻ പറഞ്ഞില്ലേ, ഓരോ ഐഡിയന്റെ പിന്നിൽ ഒരുപാട് ഉസ്താദുമാർ ഇരിക്കുന്നുണ്ട്. ഇപ്പൊ മൂപ്പരൊരു ഉസ്താദാവാതെ ഒരിക്കലും ഇപ്പൊ അങ്ങനെ പബ്ലിക്കില് ആ കിതാബിൽ നിന്ന് എടുത്തത് അടിക്കൂല. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളൊക്കെ എന്തുവാണ്, നിങ്ങളൊക്കെ എപ്പോഴും ക്ലാസ് റൂമിലേക്ക് വരണം. പറഞ്ഞു നമ്മൾ ആ ഐഡിയ കണ്ടാൽ ഒരിക്കലും ഒരു ഉസ്താദിന്റെ ഐഡിയ എന്ന് തോന്നൂല. സംഗതി ആ ഐഡിയയിലുള്ള സുഹൃത്ത് ഒരു ഉസ്താദാണ് മനസ്സിലാവുന്നത്. നോക്കി ഞാനിപ്പോ രണ്ടാമത്തെ നോക്കിങ്ങള് എന്നാ ഇവൻ ജാഹിലാണ്, ഇവന്റെ നിക്കാരം ബാത്തിലാവൂലേ ജാഹിലാണെങ്കിൽ. എങ്ങനെ ജാഹില്? ഓൻ ഇസ്ലാമിലേക്ക് ഇന്നലെ വന്നതാ. ഇപ്പൊ നിങ്ങൾക്കത് ഒന്നും കൂടി ഞാൻ മനസ്സിലാക്കി തരാം. ഒന്നും കൂടി മനസ്സിലാക്കി. ഒരാൾ ഇന്നലെ ഇസ്ലാമിലേക്ക് വന്നതാ, അല്ലെങ്കിൽ ഒരു 5 ദിവസം ആയിട്ടുള്ളൂ ഓൻ മുസ്ലിം ആയിട്ട്. അങ്ങനെ നിക്കരിച്ച് അപ്പൊ എനിക്ക് വജ്ജത്തൊക്കെ ഓതണം. സുന്നത്തിനൊക്കെ എന്തെങ്കിലും നഷ്ടം വന്നാൽ സഹുവിന്റെ സുജൂദ് ചെയ്യണമെങ്കിൽ മൊത്തത്തിൽ കുറച്ച് മസലവും പരിശോധിക്കണം. അപ്പോ വജ്ജത്ത് ഓതിയില്ല, വജ്ജത്ത് ഓതാത്തതിന്റെ പേരിൽ ഓൻ കുനൂത്ത് സുജൂദും ചെയ്തു. ഓന്റെ നിക്കാലം ബാത്തിലാണെങ്കിൽ അള്ളാഹ് ശിക്ഷിക്കൂല. കാരണം എന്താ, ഓൻ ഇസ്ലാമിലേക്ക് വന്നിട്ട് പഠിക്കാൻ സൗകര്യം കിട്ടിയില്ല. നോക്കിങ്ങള് ഏതോ കളിയാക്കിയ പോലെതോ 25 വിജ്ഞാന ഗ്രാമം കാന്തപുരം ഉസ്താദ് കർണാടകയിൽ തുടങ്ങുന്ന പൂക്കിയാത്തതിന്റെ പിന്നാലെ നടന്നാ പോരാ. ബോധം ഇന്നലെ നമ്മളെ ഷിഹാബ് സവാമേന്ന് വന്ന് സവാമ ക്ലാസ് റൂമിൽ എന്താണാവോ ഇന്നലെ വൈകുന്നേരത്ത് ഏതോ ഒരു ചാനലുകാരൻ മഹാനായ കാന്തപുരം ഉസ്താദിനെ പറ്റി പറഞ്ഞ ഒരു ക്ലിപ്പ് സവാമ ഇന്നലെ കാണിച്ചിരുന്നു. അത് കണ്ടോൽ ഒരുപാട് ആൾക്കാരുണ്ടാവും. പഠിക്കണം. വെറുതെ കളിയാക്കി നടന്നാ പോരാ. അന്നൊക്കെ ഇപ്പൊ ബീജാപൂർ അല്ലെ, ആ സ്ഥലത്തൊക്കെ ഒരു അവസ്ഥ എന്താ, ഒരു ദീനിയായ ഒരു ബന്ധുല്ല, ഒരു പണ്ഡിതന്റെ കടമയാണിത്. ആ കടമ നിറവേറ്റുമ്പോ പൂക്കിയാത്ത് നടക്കുന്നവേ വിശുദ്ധമായ ഖുർആനില് 6666 ആയത്തുകൾ മഷ്ഹൂറായ അഭിപ്രായ പ്രകാരം. എല്ലാതിലും എണ്ണം കൂടും ചുരുങ്ങിയിട്ടൊക്കെ പല അഭിപ്രായങ്ങളുണ്ട്. സാധാരണ നമ്മൾ ഖുർആനിൽ ആയത്തുകളുടെ എണ്ണം പറയുന്നത് 6666 ആയത്താണ്. അതിൽ അവസാനം ഇറങ്ങിയ ആയത്ത് ഏതാണ്? ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹിക്ക് ഖുർആനായിട്ട് അവസാനമായിട്ട് ഓതിക്കൊടുത്ത ആയത്താണ്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അൽ ബഖറയിലെ 286 ആയത്തല്ല, 281 അറിയില്ല. വത്തഖൂ, ഒരു ദിവസത്തങ്ങൾ ഭയപ്പെട്ട് ജീവിച്ചോലി. വത്തഖൂ യൗമൻ, ഒരു ദിവസത്തങ്ങൾ ഭയപ്പെട്ട് ജീവിച്ചോലി. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക്. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹി സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുളമൂൻ. അൽ ബഖറയിലെ 281 ആയത്ത്. നമ്മൾ ചിന്തിക്കേണ്ട ഒരായത്താണത്. ശുദ്ധമായ ഖുർആനായി മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം അവസാനമായിട്ട് റസൂലുള്ളാഹിക്ക് ഖുർആനായിട്ട് ആകാശലോകത്തിൽ വന്ന് ഓതിക്കൊടുത്ത ആയത്ത് ഇതാണ്. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുളമൂൻ. അള്ളാഹുവിലേക്ക് നിങ്ങളെ മടക്കപ്പെടുന്ന ഒരു ദിവസത്തെ ഭയപ്പെട്ട് നിങ്ങൾ ജീവിച്ചോളി. സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത്, ഓരോ ശരീരവും പ്രവർത്തിച്ചതിനനുസരിച്ച് പൂർത്തിയായി നൽകപ്പെടും. വഹും ലാ യുളമൂൻ, പ്രവർത്തിച്ചതേ കിട്ടൂ, അധികമൊന്നും അള്ള തരൂല, അതന്നെ മതിയാവും. തിരിഞ്ഞോ? അള്ളാഹു തആല നമ്മളൊക്കെ കാത്തു രക്ഷിക്കട്ടെ. ഞാൻ നോക്കി, നിങ്ങള് ദീൻ പഠിക്കാൻ സൗകര്യമുണ്ടായിട്ട് പഠിക്കാത്ത നമ്മുടൊരു അവസ്ഥ. ഞങ്ങൾക്ക് ഇനി ഒരു മസ്അല കൂടി ഞാൻ പറയാം. നമുക്കൊരു മസ്അലയും പഠിക്കല്ലോ. ഞാൻ ഈ ഒരു പഠിക്കാൻ സൗകര്യം കിട്ടിയിട്ട് പഠിക്കാതിരുന്നാൽ അള്ളാന്റെ മുമ്പിൽ നമ്മൾ രക്ഷപ്പെടൂല എന്നതിലേക്ക് സൂചിപ്പിക്കുന്ന ഒരു മസ്അല കൂടി ഞാൻ പറയാം. അങ്ങക്ക് മസ്അലയും പഠിക്കല്ലോ. സാധാരണക്കാർ എത്രയോ റേഡിയോ ശ്രോതാക്കളൊക്കെ നമ്മളെ ക്ലാസ് റൂമിലില്ലേ. ഒരാൾ നിസ്കാരത്തിൽ എന്തോ തിന്നു. എല്ലാവർക്കും അറിയില്ലേ നിസ്കാരത്തിൽ തിന്നാലെന്താവും, നിസ്കാരം ബാത്തിലാവും അറിയാത്ത ആൾക്കാരാരാ. പക്ഷെ ഒരാൾ വിവരമില്ലാതെയോ മറന്നും കൊണ്ടോ തിന്നു. അങ്ങനെ ചിലപ്പം സംഭവിക്കും.
മറന്നു ഇഷ്ടം പോലെ ഉണ്ട്. അതായത് അതൊക്കെ അധികം സംഭവിക്കൽ എപ്പോഴാണ്? ഈ നോമ്പ് തുറ കഴിഞ്ഞിട്ടുണ്ട് സുബ്ഹാനല്ലാഹ് ഒരു നിസ്കാരം, ഒരു മഗ്‌രിബ് നിസ്കാരം ചില പള്ളികളിലൊക്കെ ഒന്നിരിക്കാൻ നോമ്പ് തുറ നടത്തുക, അല്ലെങ്കിൽ പിന്നെ അത് തിന്നിട്ട് അത് കൊയ്ക്കൊയ്യാനൊക്കെ ഒരു സൗകര്യം സാധാരണക്കാർക്ക് കൊടുക്കുക, അല്ലെങ്കിൽ നിസ്കാരം കഴിഞ്ഞിട്ട് കൊടുക്കുക. ചില ആൾക്കാരൊക്കെ അങ്ങനത്തെ ഈത്തപ്പായൊക്കെ ചമച്ച് മുറിച്ച് പൗതി തൊള്ളയിൽ അപ്പൊക്കെ പോലെ ഇക്കാമത്ത് എടുത്ത് വന്നു അല്ലാഹു അക്ബർ. പിന്നെ അങ്ങനെ നിസ്കാരത്തിലാണ് പിന്നെ അതൊക്കെ ഇങ്ങനെ വായൊക്കെ ക്ലിയറാക്കൽ. ഇത്രയും സ്ഥലങ്ങളിലേക്കും കാണാം പല സാധാരണക്കാർ. അപ്പൊ നിസ്കാരത്തിൽ അല്പം തിന്നാൻ നിസ്കാരം ബാത്തിലാവും എല്ലാവർക്കും അറിയാം അല്ലേ? പക്ഷെ ഒരാൾ മറന്നും കൊണ്ടോ നിസ്കാരത്തില് തിന്നാൻ പാടില്ലാന്ന് അറിയാതെ അല്പം തിന്നാൽ അവരുടെ നിസ്കാരം ബാത്തിലാവൂല. ഓർമ്മയില്ലാതെയോ ജാഹിലായിട്ട്, ഈ ജാഹിലിന്റെ മസല നമ്മൾ മനസ്സിലാക്കാമല്ലോ. ഓർമ്മയില്ലാതെ ഒരാള് കീശയിൽ കദലക്കമണി ഉണ്ടായി, അപ്പൊ എന്തോ ഒരു ഓർമ്മയിൽ കീശയിൽ കയ്യിൽ തിങ്ങാണ്ട് ആ കദലക്കമണി തൊള്ളേക്ക് ഇങ്ങനെ തിന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത്, എന്ത്, ഞാൻ നിസ്കാരത്തിലാണല്ലോ. അത് വളരെ കുറച്ചാണെങ്കിൽ നിസ്കാരം ബാത്തിലാവൂല. നല്ലൊരു ചിക്കൻ ബിരിയാണി വെച്ച് പെരേക്ക് പോവുക, ഭാര്യ പറഞ്ഞു ഇവിടെ ചാറക്കാൻ ഒന്നും കിട്ടിയിട്ടില്ല, നിങ്ങൾ ചാറക്കാൻ എന്തെങ്കിലും കൊണ്ടുവരുന്നാണ്. അപ്പൊ എനിക്ക് തോന്നി ഏതായാലും ആയിക്കോട്ടെ, ഇന്ന് 2 ബീഫ് ബിരിയാണി ആയിക്കോട്ടെ ചിത്രം ഹോട്ടലിന് ഒരു 2 ഈ മീൻ വാങ്ങിന കാശിന് പറയാൻ 2 ബീഫ് ബിരിയാണി വെച്ച് പള്ളി ഇങ്ങനെ പോയി. അപ്പഴാ വൈക്കന്ന് വാങ്ങുവെത്ത് അഞ്ഞ ഏതായാലും ഇനി നിസ്കരിച്ചിട്ടാണ് പെരേക്ക് പോവാതെ വെച്ചിട്ട് ഈ ബിരിയാണി ഓനെ നിസ്കരിക്കേണ്ട എടുത്ത് ഇങ്ങനെ വെച്ച് നല്ലൊരു ഫുൾ ചിക്കൻ ബിരിയാണി ആയിട്ട് കൂട്ടിക്കോളി. ഞങ്ങൾക്ക് അങ്ങനൊന്നും ഉണ്ടാവൂല ഉസ്താദെ, ഉണ്ടാവുകയാണെങ്കിലോ അങ്ങനെ എന്ത് ചെയ്ത ആ അത്തയ്യാത്തിന് ഇരിക്കുന്നത് അതങ്ങനെ കത്തയച്ചെങ്കിൽ ഇരുന്ന് അങ്ങനെ തിന്ന് ഈ ഫുള്ള് ബിരിയാണി തീറ്റ കഴിഞ്ഞ് പിന്നെ അങ്ങനെ ലാസ്റ്റാണ് പറച്ചോനെ ഞാൻ നിക്കാലത്തിലാണല്ലോ എന്ന് ഓർമ്മ വന്നത്. എന്നാ ഇനിയിപ്പോ എനിക്ക് വിവരമില്ലാത്തവനായാലും ശരി മറന്നവനായാലും ശരി ഒന്ന് നിക്കാരം ബാത്തിലായി, അധികരിച്ച തീറ്റയാണ്. പക്ഷെ നോമ്പിലാണെങ്കിൽ അത് നോമ്പ് ബാത്തിലാവൂല, അത് വ്യത്യാസമുണ്ട്. നോമ്പിൽ ഓന് ഒരു 4 പ്ലേറ്റ് കഫ്സ ഇരുന്ന് തിന്നു ഉച്ചക്ക്, എല്ലാം വയറ് വഹിച്ച് നല്ല കുഴിമന്തിയോ മറ്റേ മന്തിയോ ഏത് മന്തിയോ ആത്ത ഫുള്ള് വയറ് കഴിച്ച് തിന്നൊക്കെ കൈയകിച്ച് പല്ല് കുത്തുന്ന നേരത്താ സുബ്ഹാനല്ലാഹ് ഇന്ന് നോമ്പാണല്ലോ നോമ്പാന്ന്, നോമ്പ് ബാത്തിലാവൂല. അത് വല്ലാഹു യൂതി മിൻ ഫളിഹി മൻ യശാ, അള്ളാഹ് ഉദ്ദേശിച്ചവർക്ക് അള്ളാന്റെ അനുഗ്രഹം കൊടുക്കും. റമദാൻ മാസത്തില് മറന്നും കൊണ്ട് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാൻ അത് അള്ളാന്റെ ഒരു ഫളലായിട്ട് കൂട്ടിയാൽ മതി. എന്തത് വ്യത്യാസം? നോമ്പുകാരനാണെന്ന് തോന്നിപ്പിക്കുന്ന പ്രത്യേക രൂപം ഇല്ല. അപ്പൊ അധികരിച്ച് മറന്നും കൊണ്ട് തിന്നാലും നോമ്പ് ബാത്തിലാവൂല. നിസ്കരിക്കുന്നതിനൊരു പ്രത്യേക രൂപമുണ്ട്. ആ രൂപവും മറന്ന് അമിതമായി തിന്നുമ്പോ നിസ്കാരത്തിലാണെന്നുള്ള യാതൊരു ബോധവും അതേ ബാത്തിലായി. നേരെ മറിച്ചൊരു അല്പം തിന്നു എന്നാ മറന്നും കൊണ്ടാണെങ്കിൽ നിസ്കാരം ബാത്തിലാവൂല. അറിയാതെ തിന്നാലോ അവരെ നമ്മളെ ചർച്ച നടക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കള് പഠനത്തിന്റെ ഗൗരവം മനസ്സിലാക്കേണ്ടത് അവത വെച്ചിട്ടാണ്. അതായത് അറിയാതെ തിന്നു, അത് എങ്ങനെയാണ് ജാഹില, ഓനക്ക് അറിയില്ല. നിക്കാലത്തിലൊന്നും ഒരു കദലക്കമ്മണി തിന്നാൻ പറ്റൂല എന്ന് ഓനക്ക് അറിയില്ല. ഇനി കദലക്കമ്മണി ഒഴിവാക്കി കാര്യം മക്കളെ, ഞാൻ നിങ്ങൾക്ക് ഇതൊക്കെ പറയുമ്പോ നിങ്ങൾക്ക് ഇതൊക്കെ അപൂർവ നിഗമനം വെച്ച് പറയാണ്. ഒരാൾ നിക്കരിച്ചും കൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് കുരച്ചപ്പോ കഫം നേരെ വായയിലേക്ക് വന്നു. ഇത് എല്ലാവർക്കും സംഭവിക്കുന്നതല്ലേ, ഇനിയിപ്പോ അതിപ്പോ നിഗമനല്ലല്ലോ. പെട്ടെന്ന് കുരച്ചപ്പോ കഫം വായയിലേക്ക് വന്നു. നമ്മുടെ അതെ കഫം വായയിലേക്ക് വന്നു. ഓനെന്താക്കി ഇപ്പൊ നിക്കരിക്കുമ്പോ തുപ്പുക? ഞാൻ പള്ളിക്കല്ലേ, ഞാൻ മസ്ജിദുൽ ഹറാമിലല്ലേ, ഞാൻ മദീന പള്ളിയിലല്ലേ, ഞാൻ പറയാ തുപ്പിയ വിവരറിയില്ലേ, പോലീസ് വന്ന് പിടിക്കൂലേ, ഓന് കീപ്പത്തിറക്കി. ഇപ്പൊ എന്താ ഒരു കഫല്ലേ എന്റെ വായേന്ന് വന്ന കഫൻ ഞാൻ കീപ്പത്തിറക്കുന്നു എന്താ നിക്കാരം ബാത്തിലായി. അത് അറക്കാൻ പാടില്ല, ഓനക്ക് അറിയില്ല, ഓൻ അങ്ങനെ ഇറക്കിയതാണ്. എന്നാൽ ഓൻ ജാഹിലാണെങ്കിൽ നിസ്കാരം ബാത്തിലാകൂല. ഏത് ജാഹിലാണെങ്കിൽ? വാസ്തവത്തിൽ തുപ്പിക്കളിയാവാന്ത്. ഓൻ പള്ളിയിലാണെങ്കിൽ കീപ്പത്ത് തുപ്പാൻ പാടില്ല. ഓൻ കുപ്പായ കൈയിന്റെ ഇടഭാഗത്തേക്കോ വലഭാഗത്തേക്കും വലത്തെ കുപ്പായ കയ്യുമൊക്കെ ആക്കിയ നിസ്കാരം ബാത്തിലാവൂല. പക്ഷെ അവരെന്താണ് വലഭാഗത്തേക്ക് തുപ്പല് കറാഹത്ത് എന്നൊരു വിഷയം വരും. അപ്പൊ ഇടഭാഗത്തേക്കോ അല്ലെങ്കിൽ കയ്യിൽ വെച്ച തവ്വലോ ടിഷ്യൂ പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്കാക്കി കീശയിൽ അവിടെ വെച്ചാല് ഒന്നുമല്ല. പക്ഷെ ഫിഖിന്റെ കിതാബ് തുഹ്ഫ പറയാന്നിട്ടോ ഔ ജാഹിലൻ,
ഇങ്ങനെ അല്പം മോൻ അറിയാതെ തിന്നത് എന്ത് നിലക്കാണ്? വിവരമില്ലാതെ ചെയ്തതാ. എന്നാൽ നിസ്കാരം ഹറാമാണെന്ന് അറിയാതെ ചെയ്തതാണെങ്കിൽ നിസ്കാരം ബാത്തിലാകൂല. മുമ്പ് പറഞ്ഞതുകൊണ്ട് ഓനിക്ക് ഉദ്റ് നൽകപ്പെട്ടു. ഓനീ അവന്റെ ജഹാലത്തിന്, അവന്റെ വിവരമില്ലായ്മക്ക് എന്ത് ചെയ്തു? ഉദ്റുണ്ട്. എന്താ? എന്നിട്ട് ഷെർവാനി എന്ന് പറയുന്ന കിതാബ് പറയാണ്, ബി ഖുർബി അഹ്ദിഹി ബിൽ ഇസ്ലാമി ഔ ബുഅദിഹി അനിൽ ഉലമാഇ. ഓന് ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ളൂ. അപ്പൊ ഓനക്കിപ്പോ ഇങ്ങനെ അല്പം തിന്നാലൊന്നും നിക്കാലം ബാത്തിലാവൂലെന്ന് ഓൻ വിചാരിച്ചു. ഓന്റെ ദേവാലയങ്ങളിലേക്കൊക്കെ പല പ്രാവശ്യം പോയതാ. ക്രിസ്തു ആണെങ്കിൽ കുർബാനക്ക് പോയപ്പോ അച്ഛന്മാര് കുർബാന നടത്തുമ്പോ കടലക്ക തിന്നിട്ടാണ് കുർബാന നടത്താറുള്ളത്. അമ്പലത്തിലേക്ക് ഓൻ പൂജിക്കാൻ പോകുമ്പോ ഓന് സാധാരണ ഇതൊക്കെ തിന്നലുണ്ട്. ഓനെന്ത് മനസ്സിലാക്കി? അതേ മായിക്കന്നെ കാലപ്പോ ഇക്കാലത്തിൽ ഇപ്പൊ ചകരം തിന്നുന്നോണ്ടൊന്നും കുഴപ്പമില്ല. ഓൻപോ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ളൂ. അങ്ങനെ വിവരമില്ലാതെ സംഭവിച്ചു. ഒന്നും നിക്കാലം പാത്തിലല്ല. അല്ലെങ്കിൽ ഓൻ ഇസ്ലാമിലേക്ക് വന്നിട്ട് കാലം കുറെ ആയിരിക്കുന്നു. നമ്മളെ ഏതായാലും ആ ഐഡിയയിൽ എനിക്കിപ്പോ വായിക്കാൻ കിട്ടുന്നില്ല. എന്താണ് ഇഷേ എന്താ എഴുതിക്കണ്? ഇഫ്ഷെ എന്തോ ഒരു ഐഡിയ. ആ അറബി ടെക്സ്റ്റ് ഒരു ഉസ്താദാണ്. നിങ്ങളൊക്കെ ഒന്ന് ക്ലാസ് റൂമിലേക്ക് വരുന്നു. നല്ല നല്ല വിവരമുള്ള ഉസ്താദുമാരാണ്, മനസ്സിലാകുന്നുണ്ട്. വക്കന്നാസി ജാഹിലും ബി ഹുർമത്തി മാ തആതാഹു ഇൻ ഉദ്ദിറ ബി ഖുർബി ഇസ്ലാമിഹി ഔ ബുഅദിഹി അനിൽ ഉലമാഇ ബിദാലിക. അല്ലാഹു തആല ബറക്കത്ത് നൽകുമാറാവട്ടെ. അപ്പൊ ഞാൻ പറയട്ടെ, ഇവനിക്ക് വരെ ഉദ്റുണ്ട്. എപ്പോ? ഓൻ ഇസ്ലാമിലേക്ക് വന്നിട്ട് കാലം കുറെ അയക്കണ്. പക്ഷെ ഓൻ ഉലമാഇനെ തൊട്ട് വിദൂരത്ത. എന്നാൽ നമ്മളിപ്പം എന്ത് ചെയ്യുന്നത്? നമ്മക്ക് എന്താ പ്രശ്നം? ഞമ്മക്ക് ഡ്യൂട്ടിയില്ല സാറേ. ഞാൻ ആ ക്ലാസ് എടുക്കുമ്പോ എന്തായില്ല, ഞാൻ അപ്പൊ ഡ്യൂട്ടിയിലേന്, അല്ലെങ്കിൽ ഞാൻ വേറെ വഴിക്ക് പോയിന്, ഞാൻ തിരക്കിലേന്, ഞാൻ കല്യാണത്തിന് പോയിന്, സൽക്കാരത്തിന് പോയിന്, അല്ലേ? ഞാൻ അതിന്റെ ഇടയിൽ കോല് വന്നു സാറേ. അപ്പൊ ഞാൻ പലരും ഫോൺ ചെയ്തിട്ട് മസല ചോദിക്കും. അപ്പൊ നമ്മളെ ക്ലാസ് റൂമിൽ ഇന്നലെ അത് വ്യക്തമായി പറഞ്ഞതാലോ. അത് സാറേ അതിന്റെ ഇടയിൽ ഒരു കോല് വന്നു എന്റെ മൊബൈലിക്ക്. അപ്പൊ കേൾക്കാൻ കൂടി ഞാൻ അതിനാ പറഞ്ഞത്. നമ്മള് ബാംഗ്ലൂരിൽ പോയി ലക്ഷക്കണക്കിന് രൂപയുടെ ഗ്രാനൈറ്റ് കൊണ്ടുവന്ന് ലക്ഷക്കണക്കിന് രൂപ കൂലി കൊടുത്ത് നിലത്ത് ചെരുപ്പിട്ട് ചവിട്ടാനുള്ള ഗ്രാനൈറ്റ് 4 ലക്ഷം രൂപ ചെലവാക്കി നിലത്തിന്റെ വീടിന്റെ ഫ്ലോറ് ശരിയാക്കിയവരെ ഞാൻ ചോദിക്കട്ടെ, ദീൻ പഠിക്കാൻ വേണ്ടി കോല് വരാത്തൊരു മൊബൈൽ തൽക്കാലം വാങ്ങാൻ എന്തുകൊണ്ട് നമ്മുടെ മനസ്സ് അനുവദിച്ചില്ല? നമുക്ക് റേഡിയോ ശ്രോതാക്കളെ കൂടുതൽ ഉണ്ടാക്കിയെടുക്കണം. അള്ളാഹു ബറക്കത്ത് നൽകട്ടെ. ഒന്ന് ചിന്തിക്കണം, ഒന്ന് മനസ്സ്. പടച്ചവനെ, ഞാൻ ആവശ്യമില്ലാതെ മേലക്ക് 2 റൂമുണ്ടാക്കി, അതിനൊരു ബാൽക്കണി ഉണ്ടാക്കി, തേക്ക് കൊണ്ട് അതിനെ ചാരുപതി പിടിപ്പിച്ച്, എന്നിട്ട് ഇത്താത്താന്റെ പുല്ലിത്തുണിറ്റ് മൂടി വെയിൽ കൊല്ലാതിരിക്കാൻ, അല്ലെ? വെയില് കൊല്ലാതിരിക്കാൻ. ഇതൊന്നും ആവശ്യമില്ലാതെ ചെയ്യുന്ന പണിയാ. അവനവനിക്ക് ദീൻ പഠിക്കാൻ, അവനവനിക്ക് ഖുർആൻ പഠിക്കാൻ, അവനവനിക്ക് അഖീദ പഠിക്കാൻ അതിനായിട്ടൊരു സാധാ മൊബൈൽ വാങ്ങിക്കൂടെ? ഞാൻ പറഞ്ഞില്ലേ 2690 മൊബൈല്, 2690 മൊബൈല് ആകെ 1500 റുപ്യ വില ഉള്ളത്. അതിന് സുഖമായി KMIC കിട്ടുമായി. ഇത്രേ ആവശ്യമുള്ളൂ. ഞാനിങ്ങനെ നല്ല ഫിഖിഹിയായ മസ്അലകൾ പറയുമ്പോ, അല്ലെങ്കിൽ ഉസ്താദന്മാര് ഖുർആനിന്റെ ക്ലാസ് എടുക്കുമ്പോ അതിന്റെ ഇടയിലേക്ക് കോല് വന്നാൽ എനിക്ക് ചിലപ്പോ ആ മസ്അല കേൾക്കാൻ കൂടൂല. ഒരു 2690 മൊബൈലിന് ഇപ്പൊ ഏകദേശം വരെ 1500 റുപ്യ ഉള്ളൂ. അധികരിച്ച നിഫാസ് 60 ദിവസമല്ലേ? പിന്നെ എന്തിനാ കളാവൂത്തുന്നത്? ഒന്ന് വിശദീകരിക്കാമോ ഉസ്താദേ? ഇൻഷാ അല്ലാഹ് ഞാൻ വിശദീകരിച്ചുതരാം, എല്ലാം വിശദീകരിച്ചുതരാം. അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും നൽകി നമുക്ക് പഠിക്കാനുള്ള താല്പര്യം ഉണ്ടായാൽ മതി. പഠിക്കാനുള്ള താല്പര്യം ഉണ്ടായാൽ പിന്നെ യാതൊരു പ്രയാസമില്ല. അപ്പൊ ഞാൻ പറയട്ടെ, ലക്ഷക്കണക്കിന് രൂപ വീടുമ്പോ അങ്ങനത്തെ ചെലവാക്കാണ്. ലക്ഷക്കണക്കിന് രൂപ വീടുമ്പോ നമ്മളത് ചെലവാക്കിയിട്ട് ദീൻ പഠിക്കാൻ നമ്മളൊരു ആധുനിക സംവിധാനം. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു ഭാര്യക്ക് വാഷിംഗ് മെഷീൻ. അല്ല എന്താപ്പോ ഞാനത് എന്റെ ഭാര്യ പല സ്ഥലത്തും പോകുമ്പോ അങ്ങനെ വന്നിട്ടേ ഓരോരെ വാഷിംഗ് മെഷീൻ ഉണ്ട്, മറ്റതുണ്ട്, മത്സരമുണ്ട്,
അല്ല ഓലിപ്പഞ്ഞോട് വാങ്ങാനൊന്നും പറഞ്ഞില്ല. പക്ഷെ നമ്മൾ ചോറാലപ്പോ ഈ തിന്നുന്നത്. ഈ പറഞ്ഞതിന്റെ ലക്ഷ്യം എന്താണ് ഇപ്പൊ നമ്മക്കും അറിയില്ലേ. എല്ലാ സൗകര്യങ്ങളും എന്ത് വേണമെങ്കിലും ഭാര്യന്മാർക്ക് പഞ്ഞിപ്പാടായി. ഇപ്പൊ കുനൂത്ത് മറന്നതായി. നിങ്ങൾ വേച്ച ഓരോരും വന്നോ, നിങ്ങൾക്ക് എത്ര അയക്കാം. ഒരു കൂട്ടത്തിലൊരു കാര്യം പറയാം. നിങ്ങൾ ഈ പബ്ലിക്കിൽ ചോദ്യം അയക്കുന്നോല് ചിലപ്പോ നമ്മൾ ഈ പറഞ്ഞതിന്റെ ഇടയിൽ ചോദ്യങ്ങൾ ഇങ്ങനെ മറഞ്ഞു പോകും. നമ്മൾ വിചാരിച്ചപ്പോ അത് നിങ്ങളെ നിലനിൽക്കുന്നില്ല, അതങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. കടലത്തെ തിരമാലകളും നമ്മൾ ഈ പബ്ലിക്കിൽ എഴുത്തൊന്നും അത് സ്ഥിരമായി നിൽക്കൂല, അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ ഞാൻ പറയാൻ മറന്നാലും നിങ്ങളൊന്ന് എന്റെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് PM ചെയ്താൽ മതി. അത് മലയാളത്തിലാവണമെന്ന് മാത്രം. ഇംഗ്ലീഷിൽ ആരും ചെയ്യരുത്. ഇപ്പൊ ഒരാള് 2 ദിവസം ഞാൻ ക്ലാസ് റൂം കയറിയില്ല. അപ്പോ ഒരാൾ എനിക്ക് PM അയക്കാൻ അയച്ച ആള് എപ്പോ ഈ ക്ലാസ് റൂമിൽ ഉണ്ടാവും. ഇതൊന്ന് വായിച്ചു നോക്കി എങ്ങനെ ഉണ്ടാവും. അയച്ചിക്ക ഞാൻ ക്ലാസ് റൂമിൽ കയറിയപ്പോലെ എന്തേ പറ്റിയേന് എന്താ ചെയ്യ. ഇതിപ്പോ ഇതേമാതിരി നിങ്ങൾ ഇംഗ്ലീഷിൽ അയച്ചാല് ഈ ചോദ്യം എന്താന്ന് തിരിയില്ല. നിങ്ങൾ ചിലപ്പോ എഴുതിയതിന്റെ ഉദ്ദേശം ഒന്നേക്കാലം. പക്ഷെ ഞാൻ വായിക്കുമ്പോ കാണാൻ ഇറങ്ങലാണ് നിങ്ങൾ. അതുകൊണ്ട് മലയാളത്തിൽ നിങ്ങൾ ഉണ്ടാക്കുക. ഇപ്പൊ നിക്കൊരാൾ PM അയച്ചതാ. ഞാൻ ഒന്നും മുന്തിയില്ല. അതുപോലെ ഒരു ദിവസം ക്ലാസ് റൂമിൽ കാണാതായപ്പോ കയറിയപ്പോ തന്നെ പറ്റിക്ക് വിളിച്ചിട്ടാ ഞാൻ ചിലപ്പോ ഈ ക്ലാസ് റൂമിൽ ഉണ്ടാവും. അപ്പൊ അതാണ് ഇംഗ്ലീഷിൽ PM അയച്ചാൽ നിങ്ങൾ ചിലപ്പോ ചായലും നിഫാസൊക്കെ കാരണം ചോദിച്ചിട്ട് എന്താണ് തിരിയാതെ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കണം. നേരെ മറിച്ച് മലയാളത്തിലാവുമ്പോ സുഖമാണ്. ഞാൻ DNT തിക്കണ് ക്ലാസ് റൂം ഇൻഷാ അല്ലാഹ് കുറച്ച് ഞാൻ DNT ഒഴിവാക്കാൻ ഇങ്ങനെ പബ്ലിക്കിൽ ഇങ്ങനെ അയച്ചാൽ മതി. അതൊക്കെ നമുക്ക് സൗകര്യം. അപ്പൊ ചെലോല് ഞാൻ ഏതായാലും ഞാൻ ക്ലാസ് അല്ല എടുക്കുന്നത്. ചെലോല് ഉസ്താദൊക്കെ ഇംഗ്ലീഷ് ഇല്ല, അല്ല മലയാളം ഇല്ല. മലയാളം ഉണ്ടാക്കണം. ദീൻ പഠിക്കാനല്ല, മലയാളം ഉണ്ടാക്കണം. ഈ സൗകര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിലും നമ്മുടെ കുട്ടികൾക്കും ഉണ്ടാക്കി കൊടുത്താൽക്ക് എനിക്ക് എന്റെ സംശയം തീർക്കാൻ വേണ്ടി ഞാൻ എന്റെ ലാപ്ടോപ്പിൽ മലയാളം സോഫ്റ്റ്വെയർ മലയാളം സോഫ്റ്റ്വെയർ ഒന്ന് ശരിയാക്കട്ടെ. എന്നാലേ ഇപ്പൊ എനിക്ക് മലയാളത്തിൽ എഴുതി അറിയിക്കാൻ പറ്റുള്ളൂ. ഉണ്ടാക്കണം. അപ്പൊ ഞാൻ പറഞ്ഞ ലക്ഷക്കണക്കിന് രൂപ വീട് ഭംഗിയാണോ കേൾക്കുക. ആരെങ്കിലും ഒരാൾ മിസ് കോലാണ്ട് വിടും. ക്ലാസ് ക്ലോസ് ആയില്ലേ. ക്ലാസ് ആ മൊബൈലിലെ ക്ലാസ് കേൾക്കലുണ്ടായി, ക്ലോസ് ആയി. KMIC വന്ന് കുറച്ചൊക്കെ ഇംഗ്ലീഷൊക്കെ പറയുന്നുണ്ട് അൽഹംദുലില്ലാ. ക്ലാസ് എന്ത് ചെയ്തു, ക്ലോസ് ആയില്ലേ. പിന്നെപ്പോ 37 ആ മിസ് കോൾ ഒന്ന് നോക്കി എന്നിട്ട് എന്താക്കി അതൊന്ന് രണ്ടാമതെടുത്ത് അപ്പോഴേക്കെന്താവും യദയിൽ ഒരു ഉദാഹരണം പറയാ. യദയിൽ കാണുന്ന രക്തം ഹൈലാവാനുള്ള നിബന്ധന 3 എന്നിങ്ങനെ മസാല പറഞ്ഞപ്പോഴാ കോല് വന്നത്. 2 ദിവസം രക്തം കണ്ടു, പിന്നെ കുറച്ച് ദിവസം രക്തം കണ്ടില്ല, വീണ്ടും രക്തം കണ്ടു. അപ്പൊ യദയിൽ കാണുന്ന രക്തം ഹൈലാണോ ശുദ്ധിയുള്ള ദിവസമാണോ അത് ഹൈലാകും എപ്പോൾ 3 നിബന്ധന ഒത്താൽ. മൂന്ന് നിബന്ധന ഒത്താൽ ഹൈലാകും എന്ന് പറഞ്ഞപ്പോഴാണ് മിസ്കോല് വന്നു. നോമരി ഇന്ന കോലൊക്കെ വരും മുപ്പ. അപ്പൊ മേശമ്മ ധരിക്കത്തത് ഈ ചെങ്ങായി ഈ നേരത്താലപ്പ കേരി വന്നത്. ഇതുവരെ ഞാൻ ഒഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ ഈ വിഷയം കേൾക്കുമ്പോൾ അലബന്റെ കേരി വരെ ഉണ്ടായി. കാരണം ആരെങ്കിലും കഥയൊക്കെ കേരി വരുമ്പോ പിന്നെ ഓനെ കൈകാര്യം ചെയ്യണ്ടേ. ഞാൻ KMIC ക്ലാസ് കേൾക്കാച്ചിട്ട് ഇങ്ങനെ കാത്തിക്കാൻ പറ്റൂ, പിന്നെ കച്ചവടം കിട്ടും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ശ്രോതാക്കളുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് പ്രിയപ്പെട്ട മോമിനിങ്ങളെ, എന്ത് വേണം, നമ്മൾ ഇത്രയും സംഖ്യ ചെലവഴിച്ച് നമ്മുടെ ഭാര്യക്ക് വാഹനം, വാഷിംഗ് മെഷീൻ, മിക്സി, എല്ലാ സൗകര്യവും ഒരു കമ്മില്ലാതെ എല്ലാ സൗകര്യവും. ഈ സൗകര്യത്തിന്റെ കൂട്ടത്തിൽ പ്രിയപ്പെട്ട രക്ഷിതാക്കന്മാരെ, പ്രിയപ്പെട്ട ഭർത്താക്കന്മാരായ പുരുഷന്മാരെ, എന്റെ ഭാര്യ സാധാരണ ഇൻകമിങ്ങും ഔട്ട് ഗോയിങ്ങും ഉപയോഗിക്കുന്ന മൊബൈലിൽ
ക്ലാസ് കേൾക്കാനിരുന്നാൽ ചിലപ്പം അതിന്റെ ഇടയിൽ മിസ്കോലുകൾ വന്നാൽ, ചിലപ്പം ക്ലാസിന്റെ ഇടയിൽ ശ്രദ്ധ പോകും, പല മസാലകളും കേൾക്കേണ്ടത് കേൾക്കാതെയാവും. അതുകൊണ്ട് 1500 രൂപയുടെ ഒരു മൊബൈല് KMIC റേഡിയോ കേൾക്കാൻ വേണ്ടി മാത്രം ഞാൻ വാങ്ങിക്കൊടുക്കത്തേന് സാധിക്കുന്ന എത്രയോ സഹോദരന്മാരുണ്ട്. ഞാനിതൊന്ന് വ്യക്തമായി പറയാൻ കാരണം ഇതൊരു പൊതു പ്രശ്നമായി പല സഹോദരിമാരും പലവരും ചില മസാലയ്ക്കും വിശദമായി പറഞ്ഞ് വീണ്ടും ചോദിക്കുമ്പോ അത് ക്ലാസ് റൂമിൽ പറഞ്ഞില്ലേന്ന് ചോദിക്കുമ്പോ അപ്പൊ കോല് വന്നു, അല്ലെങ്കിൽ മിസ് കോല് വന്നു, അത് പിന്നെ റേഞ്ച് പോവുക. ഇനിയിപ്പോ നമുക്ക് പരിഹാരങ്ങളൊന്നുമില്ല. കൂട്ടത്തിൽ ഞാനൊരു കാര്യം പറയാം. ഇപ്പൊ നമ്മളെ അബു അമീൻ എന്ന ഐഡിയയിലുള്ള അബു അമീൻ 977 എന്ന ഐഡിയയിലുള്ള സുഹൃത്താണ് നമ്മളെ റേഡിയോ ശ്രോതാക്കൾക്കുള്ള വാട്സപ്പ് ഉപയോഗിക്കുന്നത്. അതിലൊരു ഉദ്ഘാടനം എന്നോണം മിഞ്ഞാന്ന് ഒരു 5-6 ചോദ്യങ്ങൾ നമ്മൾ പറഞ്ഞു. അബു അമീൻ പറയും, ഉസ്താദെ ഒന്ന് മൈക്കേൽ നിങ്ങൾ പറയണട്ടോ, ഇയാളെ ഈ ചോദ്യങ്ങൾ ഇങ്ങനെ പ്ലേ ചെയ്യിപ്പിക്കേണ്ടത് നമ്മളെ അബു അമീന. ആ സമയത്ത് റേഡിയോ ശ്രോതാക്കൾ വിളിക്കുക, ഇന്റെ ചോദ്യം പറഞ്ഞില്ല. എന്താ ചെയ്യുക ഒന്ന് ആലോചിച്ച് നോക്കി. അത് അബു അമീൻ എന്നോട് പറഞ്ഞു, ഉസ്താദ് എന്തായാലും മൈക്കേൽ ആ വിഷയം ഒന്ന് പറയണം. നമ്മൾ ചോദ്യങ്ങൾ പ്ലേ ചെയ്യിപ്പിക്കുന്ന സമയത്ത് അതിലേക്ക് കോല് വന്നാൽ അതാ വളരെ ബുദ്ധിമുട്ടാണ്. എത്രയോ ഒരു അധ്വാനാണ് അബു അമീനൊക്കെ അതിൽ അധ്വാനിക്കുന്നത്. അതിപ്പോ നമ്മൾ തുടക്കം കുറിച്ചിട്ടുള്ളൂ. നല്ലൊരു പദ്ധതിയായിട്ടത് വരുന്നത് പ്രതീക്ഷിക്കുക. പിന്നെ അന്ന് ആ ചോദ്യത്തിന് ഉത്തരത്തിന് വന്നപ്പോ ഒരു സമയമായിരുന്നു. ഞാൻ പറഞ്ഞത് എന്റെ സുഹൃത്ത് നേരത്തെ എടുത്ത ക്ലാസ്സിലെ സംശയം, അധികരിച്ച നിഫാസ് 60 ദിവസമല്ലേ, പിന്നെ എന്തിനാ കളാ കൂട്ടുന്നത്? അവരല്ല ചോദ്യം. ഞാൻ ഏതായാലും മൂപ്പയ്ക്കൊരു സമാധാനമില്ല. അതെ, നിങ്ങൾ നിഫാസം വിട്ടാല് ഹൈലായിക്കോട്ടെ. ഹൈലിൽ നിന്ന് ഏറ്റവും അധികരിച്ചത് 15 ദിവസം, ഓക്കെ. നിഫാസിൽ നിന്ന് ഏറ്റവും അധികരിച്ചത് 60 ദിവസം. അപ്പൊ 60 ദിവസമാണ്. ഇത് എപ്പോഴാണ്? 61 വിട്ട് കടക്കാതിരിക്കുമ്പോഴാണ്. 15 നിന്ന് 14 വിട്ട് കടക്കാതിരിക്കുമ്പോഴാണ് ഈ നിയമം. ഞാൻ പറയുന്നു, ഒരുപാട് സഹോദരിമാർക്ക് അറിയാതെ പോയൊരു മസലയാണത്. 61 ദിവസം രക്തം കാണുമ്പോൾ 60 ദിവസം പ്രസവരക്തം വിട്ടുകടക്കൽ 60 യൗമൻ 60 ദിവസത്തെ അദ്ക ഉബൂരിഹി, ആ രക്തം വിട്ടുകടക്കും പോലെയാണ്. ഹൈല് രക്തം വിട്ടുകടക്കും പോലെയാണ് അക്സറഹു, ഹൈല് രക്തത്തിൽ നിന്ന് അധികരിച്ചതിനെ. അപ്പൊ എന്തായി? ഹൈല് രക്തം 15 ദിവസത്തിലധികം ഒരു പെണ്ണിന് കണ്ടാൽ ആ പെണ്ണിന്റെ വിധി തന്നെയാണ് 60 ദിവസത്തിലധികം രക്തം കാണുന്ന പ്രസവിച്ചു കിടക്കുന്ന പെണ്ണിനും. 60 ദിവസത്തിലധികം രക്തം കാണുന്ന പെണ്ണിൽ വരും. എന്ത് വരും? അഖ്സാമുൽ മുസ്തഹാലത്തി, ഇസ്തിഹാലത്തുകാരികളുടെ 7 ഇനം. അതെന്താ വിധിന്ന് ഇപ്പൊ പറയാൻ പറ്റൂല. 7 രൂപം എന്താ പറയാ? 7 രൂപത്തിൽ നിന്ന് ഏത് രൂപമാണ് ഈ പെണ്ണിന്റേത് എന്ന് നോക്കി ഈ പെണ്ണിന്റെ ഹൈലും ഇസ്തിഹാലത്തും പ്രസവരക്തവും വേർതിരിക്കണം. ആ 7 പാദങ്ങൾ പുതിയ സുഹൃത്താണോ? എന്താ പാപ്പ നിങ്ങൾക്കതൊന്ന് വായിക്കാൻ കിട്ടുന്ന, എനിക്ക് ഇംഗ്ലീഷ് അറിയാനിട്ടാണോ അതും അറിയില്ല. നിങ്ങൾ ഈ വായിക്കാൻ കിട്ടാത്ത പേരിൽ ഇത് എന്താക്കിയതാണെന്നും അറിയില്ല. ഞാൻ അതൊരു സാന്ദർഭികമായി പറയാൻ. സവാമന്റെ സമയക്കണമെങ്കിൽ വന്നോളിട്ടോ. വായിക്കാൻ കിട്ടുന്ന ഒരു പേരായ എന്താ നിങ്ങൾക്ക് ഉപകാരം കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ എപ്പോഴും ക്ലാസ് റൂമിലുള്ള ആളാ, പെട്ടെന്ന് വായിക്കാൻ കിട്ടുന്ന ഒരു ഐഡിയ ആണ് വെക്കുക. ഒരു 4 ദിവസം ഐഡിയ കാണാതിരിക്കുമ്പോ, അല്ല ഇങ്ങനൊരു ഐഡിയ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ നിങ്ങൾ നോക്കി, ഷിഹാബ് സവാമാനെയും അൻവരുസ്തായിനെയും നമ്മളെ ജൈൻ തങ്കൽപ്പാവാനെയും പിന്നെ KMIC കൂരിയാദ്, ജൈൻ പയ്യന്നൂരി, എം കുട്ടി, അതേമായി തന്നെ അബ്ദുൽ സത്താർ പതന, SSF SYS കല്ലായി ഒക്കെ പെട്ടെന്ന് കിട്ടും. ഒരു 4 ദിവസങ്ങൾ ക്ലാസ് റൂമിൽ കാണാതെ നോക്കി. ഇവിടെ സവാമനെ കണ്ടിട്ട് കുറെ ദിവസമായല്ലോ, അല്ല അബുറയ്യാനെ കാണാനില്ലല്ലോ ചോദിക്കും. നേരെ വെച്ചാ സുന്നിക്കുട്ടി കയ്യൂരത്തുന്നുണ്ട്. ഓൻ സുന്നി കുട്ടിയൊന്നുമല്ല, ആരൊക്കെ വലിയ മനസ്സിലാവുന്നു. അള്ളാഹു താല അത് വായിക്കുമ്പോ വിചാരിച്ചും ചെറിയ കുട്ടികളാണ്. കണ്ടോക്കണ്ടേ എത്ര കാലം വലിപ്പം താവിച്ചിട്ടാ. അള്ളാഹു ആഫിയത്തും കൊടുക്കട്ടെ. അപ്പൊ നിങ്ങൾ വായിക്കാൻ കിട്ടുന്ന ഐഡിയത്തോല്. അപ്പൊ നമ്മൾ പെട്ടെന്ന് മറ്റൊരു വായിക്കാൻ കിട്ടാത്ത ഐഡിയ ആവുമ്പോ ആരോ ശ്രദ്ധിക്കൂല.
വായിക്കാൻ കിട്ടുന്ന ഐഡിയ ആവുമ്പോ ഇങ്ങനെ എപ്പോഴും ഒരു ഐഡിയയിൽ ഒരു പൂവ് വന്നീന്. അയാളാ തീയങ്കോടിനൊക്കെ ഇപ്പം വായിക്കാൻ കിട്ടും. അയാളുടെ പ്രിയപ്പെട്ട പ്രധാനപ്പെട്ട പ്രവർത്തകരോട് പ്രത്യേകം അറിയിക്കുക. ചിലര് വായിക്കാൻ കിട്ടാത്ത ഐഡിയ ഉണ്ടാക്കിയിട്ട് വരും. ഓൻ നമ്മളത് വായിക്കാനേ പോവില്ല. ഓനെ കാണാതായാ പോലെ അന്വേഷിക്കാനും പറ്റും. കാരണം അന്വേഷിക്കണമെങ്കിൽ വായിക്കാൻ കിട്ടണ്ടേ. അല്ല ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ടായിന്ന്. എങ്ങനെ ഐഡിയ? എനിക്ക് വായിക്കാൻ കിട്ടണ്ടേ. അപ്പൊ അത് ശ്രദ്ധിക്കുന്നത് എല്ലാവരും നല്ലതാണ്. എപ്പോഴും നമ്മൾ പെട്ടെന്ന് വായിക്കാൻ കിട്ടുന്ന ഐഡിയ ആയാൽ, മൈക്കൊക്കെ എടുക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ പൂവൊക്കെ മുതുന്നവരാണെങ്കിൽ അവർ ഐഡിയ കാണാതിരിക്കുമ്പോ, അല്ലെങ്കിൽ നമ്മൾ ആരും മരിച്ചൂന്ന് കേൾക്കുമ്പോ ഞാൻ ഇന്ന ഐഡിയയിലുണ്ടായിരുന്ന ആള് മരിച്ചത്തരെ നമുക്കൊരു ഫാത്തി ഓതി ദ്വാരിക്കണം എന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. നല്ല കാര്യമായി. 7 വിധം പറയാനപ്പം മൂപ്പര് പറഞ്ഞു. നിങ്ങൾ പെണ്ണുങ്ങളൊക്കെ കേൾക്കാല്ലേ? ആ 7 വിധം ഒന്ന് പറയുമോ? ഞാൻ ഒറ്റവാക്ക് പറയാം. ഇനി ഞാൻ ഒറ്റവാക്ക് 7 വിധം. അപ്പൊ ഒന്നും കൂടി ഞാൻ പറയട്ടെ. 61ാമത്തെ ദിവസത്തിലേക്ക് രക്തം കടന്നാൽ 7 വിധാണ് ആ പെണ്ണ്. 7 കൂടിയല്ല, 7ൽ നിന്ന് ഏതെങ്കിലും ഒന്ന്. ഒന്നാമത്തത് മുബ്തദിഅ മുമയ്യിസ, രണ്ടാമത്തത് മുബ്തദിഅ ഗൈറു മുമയ്യിസ, മൂന്നാമത്തത് മുഗ്താദ മുമയ്യിസ, നാലാമത്തത് മുഗ്താദ ഗൈറു മുമയ്യിസ. പെൺകുട്ടികളുടെ പേരല്ല. നല്ല 4 പെൺകുട്ടികൾക്ക് പേര് വെക്കാൻ പറ്റിയ പേരാണല്ലോ. ഇത് പെൺകുട്ടികളുടെ പേരല്ല, ഇസ്തിഹാലത്തുകാരികൾക്ക് ഫുഖഹാക്കൾ പറഞ്ഞ പേരാ. അപ്പൊ 4ആയി. ഇനി 5ാമത്തത് അൽ മുതഹയ്യിറത്തു ഫിൽ വഖ്തി വൽ അദദി, 6ാമത്തത് അൽ മുതഹയ്യിറത്തു ഫിൽ വഖ്തി, 7ാമത്തത് അൽ മുതഹയ്യിറത്തു ഫിൽ അദദി. ഇപ്പൊ മൂപ്പര് പറയും എന്താ PMS ഉസ്താദുമാർ അവരുടെ പേരും വെച്ച് ഇൻഷാ അല്ലാഹ് എല്ലാവരും അറിയിക്കുന്നത്. ഉസ്താദന്മാരൊക്കെ ഒരു പണി ചെയ്യാം. അവനവന്റെ പേര് വെച്ചിങ്ങാത് ക്ലാസ് റൂമിൽ വരിക. നിങ്ങൾക്കത് ഉപകാരം ചെയ്യും മൂമിനീങ്ങളെ. എന്റെ ക്ലാസ് റൂമിലെ എല്ലാ ഉസ്താദുമാരോടും ഇപ്പൊ മൂപ്പർക്ക് ഇന്നുസ്താദെ അതിന് ഓരോന്നും വിശദീകരിക്കുന്നു. ഒരു പണി ആ ഹബീബ് ഏതായാലും ഇതൊക്കെ എങ്ങനെ തിരിയും? നിങ്ങൾ KMIC അവിടെ ഇരുന്നാൽ മതി. നിങ്ങൾക്ക് തിരിയാത്ത ഒന്നും ഉണ്ടാവില്ല. അല്ലാഹു തആല ആ ഹബീബ് ഏതായാലും ഒരു പുതിയ ഐഡിയ. ഇനി മൂപ്പര് KMIC പോകുന്ന കൈപ്പായില്ല. ഇപ്പൊ ഇവിടെ ഉണ്ടാവും അല്ലേ? നിങ്ങൾ ഇനി എന്നും ഇവിടെ KMIC ഉണ്ടായാൽ മതി. 4 കോല ഞാൻ പറഞ്ഞു കഴിഞ്ഞിരിക്കണ്. അതായത് മുബ്തദിഅ മുമയ്യിസ, മുബ്തദിഅ ഗൈറു മുമയ്യിസ, മുഗ്താദ മുമയ്യിസ, മുഗ്താദ ഗൈറു മുമയ്യിസ. മൂപ്പര് പണ്ടേ ഉള്ള ആളാണല്ലോ. പിന്നെന്തൊന്നും കേൾക്കാതെ പോയത്. അപ്പൊ ഐഡിയത്ത് പോയിട്ട് വേറെ ദുന്യാവുണ്ടാക്കാതെ ഐഡിയറ്റ് പോകുണ്ടാവും. KMIC ഐഡിയത്ത് പിന്നെ ദുന്യാവിലെ ഐഡിയറ്റ് ഇങ്ങനെ നടക്കേക്കാലോ. ആയിക്കോട്ടെ, വേറെ ആർക്ക് വേണ്ടി തമാശ പറഞ്ഞ കേട്ടോ. ക്ലാസ് റൂം ഒന്ന് സജീവാവാൻ വേണ്ടിട്ട് നമ്മളിങ്ങനെ വല്ലാതെ ഗൗരവമുള്ളത് പറഞ്ഞാൽ എന്താവും? ആൾക്കാർക്ക് അത്ര ഉണ്ടാവില്ല. വന്ന് വയനാട്ടിൽ പോയിട്ടൊരു മൊയിലൊരു വയലാണ് നരകത്തിലെ ചൂട്. ആ നരകത്തിൽ കത്തിക്കാളുന്ന നരകത്തിലെ ചൂട് ഇങ്ങനെ പറഞ്ഞപ്പോ വയനാട്ടേരിൽ ഇങ്ങനെ ചോദിച്ചു. വയനാട്ടേരിൽ നല്ല ചിരിയാ. മൊയിലേൽക്കാണ്ട് ദേഷ്യം വന്ന്. എടാ ഞാൻ നരകത്തിലെ ഗൗരവം എത്ര ഗൗരവത്തെ പറഞ്ഞിട്ട് നിങ്ങൾ എന്തായിരുന്നു ചിരിക്കുന്നതെന്നാ ചോദിച്ചത്. വയനാട്ടേര് പറഞ്ഞു, ഉസ്താദെ നരകത്തിൽ കത്തിയ ഈ വയനാട്ടിലെ തണുപ്പെന്ന് കഴിച്ചിലാവുമല്ലോ എന്നാണ്. കാരണം ഓർക്ക് തണുപ്പാ വിഷയം, ഓർക്ക് തണുപ്പാണ് വിഷയം. അപ്പൊ ഈ തണുപ്പെന്ന് കഴിച്ചിലാവുമല്ലോ നരകത്തിൽ എത്തിയാലെന്നാണ് വയനാട്ടേര് ചിന്തിച്ചത്. അപ്പൊ നമ്മൾ ക്ലാസ് റൂമിൽ എപ്പോഴും ഒരു സജീവത കിട്ടാൻ വേണ്ടിയാണ് ഈ ശൈലിയിലേക്ക് മാറിയതാണ്. ഇപ്പൊ നമ്മളിങ്ങനെ പൊറ്റിക്കുന്ന വയൽ ഇങ്ങനെ നീട്ടിയ വയൽ പറഞ്ഞാൽ അങ്ങനെ അത് ഇരുന്ന് ഉറങ്ങും. അവ ഉറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട്. ഏതായാലും അപ്പൊ 7 വിധം നോക്കി എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര് വളരെയധികം ചിന്തിക്കണം. 7 വിധം. അതിൽ 4 വിധം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആരെങ്കിലൊക്കെ റെക്കോർഡ് ചെയ്തവരുണ്ടെങ്കിൽ ആ പ്രിയപ്പെട്ട ഐഡിയ ഇപ്പൊ നോക്കിങ്ങള് നമ്മളെ ക്ലാസ് റൂമിൽ കുറെ മുന്നേ സാധുവായ ഞാൻ KMIC വന്ന ഉടനയ്ക്കും കുറെ വിശദീകരിച്ച മസാലകള് റേഡിയോ ശ്രോതാക്കളൊക്കെ കൂടി വീണ്ടും ചോദ്യങ്ങൾ വന്നപ്പോ വീണ്ടും ആ വിഷയം തുടങ്ങിയപ്പോ ചിലർ ഇതൊക്കെ മുമ്പ് പറഞ്ഞതല്ലേ, മുമ്പ് പറഞ്ഞതാണെങ്കിലും ഇപ്പോഴും ഈ കാര്യങ്ങളൊക്കെ ഇനിയും മനസ്സിലാക്കാൻ അതാ നമ്മളെ KMIC കൂടി അത് അറിയിക്കുന്നത് റെക്കോർഡ്. ഇനി 3 വിഭാഗം പറയാൻ കിടക്കാണ്. അതായത് സമയവും അറിയില്ല, ദിവസവും അറിയില്ല, സമയം മാത്രം അറിയില്ല, ദിവസം അറിയും, അല്ലെങ്കിൽ ദിവസം അറിയും സമയം അറിയില്ല,
ഇങ്ങനത്തെ 3 വിഭാഗമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒറ്റ വാക്കിൽ എന്റെ പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കളെയും ആ പ്രിയപ്പെട്ട ശ്രോതാവിനെ പ്രത്യേകിച്ചും 60 ദിവസം ഇസ്തിഹാലത്തല്ലേ, അല്ല നിഫാസല്ലേ, പിന്നെന്തിനാ കളാ വീട്ടിന് എന്ന്. അത് 60 ദിവസത്തിൽ ഒതുങ്ങുമ്പോഴാണ്. 60നെ വിട്ട് കടക്കുമ്പോൾ ചിലപ്പോ ഞാൻ പറഞ്ഞ മാതിരി ആദ്യത്തെ 60 ദിവസത്തിൽ നിന്ന് ആദ്യത്തെ ലഹ്ലത്തൻ ഒരൊറ്റ സെക്കൻഡ്, ആദ്യമായി ഒരു പെണ്ണ് പ്രസവിക്കുന്നു. പ്രസവിച്ച പെണ്ണിന് 61 ദിവസം രക്തം കാണുന്നു, അല്ലെങ്കിൽ 62 ദിവസം തുടർച്ച. ഇനി മസല അവിടെ മാറുത്തോ? അതൊന്ന് മനസ്സിലാക്കണം. ഒരു പെണ്ണിന് 59ാമത്തെ ദിവസം രക്തം നിന്നു, 60ാമത്തെ ദിവസം രക്തം പിന്നെ തീരെ കണ്ടില്ല, അല്ല 60ാമത്തെ ദിവസം രക്തം തീരെ കണ്ടില്ല, 61ാമത്തെ ദിവസം വീണ്ടും രക്തം കണ്ടാൽ ഈ 61ാമത്തെ ദിവസം കണ്ടത് ഇസ്തിഹാലത്തുമല്ല, പ്രസവരക്തമല്ല, പിന്നെ എന്താകുന്നു? ശ്രദ്ധിക്കുന്നതിരിക്കെ നാലപ്പങ്ങൾ പിന്നെ എന്താകുന്നു? 3ാമത്തെ രക്തം അത് ഹൈലാകുന്നു. അത് മനസ്സിലാക്കേണ്ടതാ. എങ്ങനെ 60 ദിവസം നിൽക്കാതെ മുറിയാതെ രക്തം പോയി 61ലേക്ക് വിട്ട് കടക്കുമ്പോഴാണ് ഈ പറഞ്ഞ 7 കോലത്തിൽ ഏതെങ്കിലും ഒരു കോലത്തിലേക്ക് തിരിച്ചു വരിക എന്ന് പറഞ്ഞത്. നേരെ മരിച്ചൊരു പെണ്ണിന് 59ാമത്തെ ദിവസം രക്തം നിന്നു, 60ാമത്തെ ദിവസം തീരെ രക്തം ഇല്ല, 61ാമത്തെ ദിവസം വീണ്ടും രക്തം കണ്ടു എങ്കിൽ ഇവിടെ യദയിൽ ഒരു ദിവസം ക്യാപ്പ് വന്നതുകൊണ്ട് പ്രസവരക്തം 59ാമത്തതോടുകൂടെ പ്രസവരക്തം അവസാനിച്ചു. ഇനി 61ാമത്തെ ദിവസം കാണുന്ന രക്തം അത് ഇസ്തിഹാലത്തുമല്ല, പ്രസവരക്തവുമല്ല. ആ കണ്ടത്, ആ പ്രസവിച്ച് കിടക്കുന്ന ആ പെണ്ണിന് കണ്ടത് ഹൈലാകുന്നു. ഹൈൽ അവസരത്തിൽ ഹറാമായ കാര്യങ്ങളൊക്കെയും അത് ഒഴിവാക്കേണ്ടതാകുന്നു. തിരിഞ്ഞോ? മനസ്സിലായോ? ശ്രദ്ധിക്കേണ്ടതൊക്കെ മസലകൾ ഒരുപാടുണ്ട്. ഏതായിരുന്നാലും അല്ലാഹു തആല പല ദിവസങ്ങളിലായിട്ടെങ്കിലും നമുക്ക് കുറേശ്ശെ ഇങ്ങനെ പഠിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാവട്ടെ. കുനൂത്ത് മറന്നാൽ എന്താ ചെയ്യുക? അവസാന 2 സുജൂദ് മറന്ന് കൽപ്പിച്ചു കൂട്ടിയാണ്ട് ഒഴിവാക്കിയതാണ്. എന്നാലും സഹുവിന്റെ 2 സുജൂദ് ചെയ്യുകയാണ് വേണ്ടത് എന്ന് പ്രത്യേകം അറിയിച്ച് ഷിഹാബ് സവാദ ബാങ്ക് വെക്കാതിരിക്കുന്നത് സവാമക്ക് ഒഴിവുണ്ടാ? അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു 10 മിനിറ്റ് മൈക്കയിലേക്ക് വരുന്നത്. ഞാനിങ്ങനെ തങ്ങൾപ്പാവ പറഞ്ഞപ്പോ അത് മൈക്ക് ഇട്ടതാ. ഞാനൊരു ക്ലാസ് ലൈവിന്റെ സമയമൊന്നും നമുക്ക് അറിയില്ല. വന്നു നോക്കുമ്പോൾ 100-300 ഐഡി ഉണ്ട്. സാധാരണ ഒന്നും ഇത്ര ഐഡിയകളൊന്നും രാവിലെ ഉണ്ടാവാറില്ല. അപ്പൊ എനിക്കും തന്നെ ഒരു ആവേശം തോന്നി. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഒരു കാര്യം, ഇപ്പൊ ഞാൻ 2 മസലവാണ്. വിവരമില്ലാത്തതിന്റെ പേരിൽ അള്ളാന്റെ മുമ്പിൽ രക്ഷപ്പെടണമെങ്കിൽ പഠിക്കാനുള്ള സംവിധാനം ഇല്ലാതിരിക്കണം. അള്ളാഹു ഈ KMIC-യിലൂടെ എല്ലാവിധ വിഷയങ്ങളും പഠിക്കാനുള്ള സംവിധാനം നമുക്ക് ഒരുക്കി തന്നിട്ടുണ്ട്. ഇനിയും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചാൽ അള്ളാന്റെ മുമ്പിൽ പിന്നെ അള്ളാഹ് ഗഫൂറും റഹീമൊക്കെയാണ്. അള്ളാഹു പൊറുത്ത് തന്നേക്കാം. പക്ഷെ പൊറുത്ത് തന്നേക്കാം കണക്കറായി കുൽക്കല്യാണം കഴിച്ച മാതിരി തന്നേക്കാം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആരും അത് ചെല്ലണ്ട. പണ്ട് കണക്കറായി കുൽക്കല്യാണം കഴിച്ചൊരു കഥ പറയാം. സവാമ മൈക്ക തരാം ഒരു മിനിറ്റ്. കണക്കറായി ഇങ്ങനെ കുൽക്കല്യാണം കഴിച്ചാൻ തീരുമാനിച്ചു. കണക്കറായി ഇങ്ങനെ കൂട്ടി എനിക്ക് കുൽക്കല്യാണം കഴിച്ചാൽ 3 ലക്ഷം ഉറുപ്യ കിട്ടും. 3 ലക്ഷം ഉറുപ്യ കിട്ടും. ഞാൻ എന്നിട്ട് ആ 3 ലക്ഷം ഉറുപ്യച്ച് ഒരു MET വാങ്ങും, ഒരു MIT വാങ്ങും. ഇന്നത് കാത്തൊക്കെ എല്ലാ കണക്കും കൂട്ടിവെച്ച് അവസാനം കണക്കരായി കൊൽക്കല്യാണം കഴിഞ്ഞപ്പോ എന്താ ചെയ്താനില്ല, ഈ വന്നോർക്ക് ചായ കൊടുത്തിന് അതിന്റെ കാശ് പീടികയിൽ കൊടുക്കാൻ സ്വന്തം പോക്കറ്റിൽ നിന്ന് വിൽക്കേണ്ടി വന്നു. എന്നാ മാതിരി നമ്മളുടെ അള്ള പൊറുത്തേരിയ കാലച്ചിട്ടല്ല, നമ്മള് അള്ള പൊറുത്തു തരട്ടെ. അള്ളാഹു നമുക്കൊക്കെയും പൊറുത്തു തരട്ടെ. അതുകൊണ്ട് തെറ്റുകൾ വരാം. അവസരം നിങ്ങളുടെ ഭാഗത്തിൽ നമ്മുടെ ഭാഗത്തിൽ നിന്ന് ഉണ്ടാവരുതെന്ന് ഉണർത്തി ബാങ്ക് കൊടുത്തു. ഞാൻ മൈക്കവിടുന്നു. വസ്സലാം.
വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ, നമുക്ക് സ്ഥിരമായി കേൾക്കുന്ന